Hi all, welcome to KAS Mentor. KAS Mentorൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് മെയിൻസിൻ്റെ ഡേറ്റിംഗ് അടുത്തു, അപ്പോൾ എല്ലാവരും സീരിയസ് പ്രിപ്പറേഷനിലാണെന്നറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് പോളിറ്റിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം പേപ്പർ 2-ൽ 20 മാർക്കോളം ഉണ്ട്. അപ്പം വലിയൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ് ഇന്ത്യൻ പോളിറ്റി ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. സോ പ്രീവിയസ് ഇയറിൽ മെയിൻസിൽ ഡിഗ്രി ലെവലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കണ്ടന്റ് ഫാക്ട്സ് ആയിരിക്കും കൂടുതലും പറയുക. അപ്പം നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾ 17 കുറിച്ചാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഏതായിരിക്കും? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലേ, നമ്മളിപ്പോഴും പഠിക്കുന്നതാണ് ആർട്ടിക്കിൾ 17. ഓക്കെ, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അപ്പം നമുക്ക് അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് ഒക്കെ ഉണ്ട്. അത് എപ്പോഴായിരുന്നു? 1955 ആണ്. പിന്നീട് അതിൻ്റെ പേര് മാറ്റിയിട്ട് 1976 എന്താക്കി മാറ്റി? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാക്കി മാറ്റി. സോ പിന്നെ SC/ST അട്രോസിറ്റീസ് ആക്ട് ഉണ്ട്, അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. അതിൻ്റെ വർഷം എത്രയാണ്? 1989. ഓക്കെ, സോ ഇതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ വർഷങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ് ഏത് ആർട്ടിക്കിൾ 16 അല്ലേ? ഓക്കെ, അത് ഓർത്തിരിക്കണം. ദെൻ പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവെൻഷൻ ഓഫ് ഒഫൻസ് ഏതാണ്? ആർട്ടിക്കിൾ 20 ആണല്ലേ? ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 20യുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പം കൂടുതൽ ഫാക്റ്റ് അതിൽ പറയാം. റൈറ്റ് ടു എലിമെൻ്ററി എഡ്യൂക്കേഷൻ ഏതാണ് ആർട്ടിക്കിൾ? ഓക്കെ, ആർട്ടിക്കിൾ 21A. ഓക്കെ, നമ്മുടെ 86 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എത്ര വയസ്സ് വരെയാണ്? 6 to 14 ഇയേഴ്സ് വരെയുള്ളവർക്ക് കമ്പൽസറി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള ആർട്ടിക്കിളാണല്ലേ? ഓക്കെ, സോ ഇത്രയും നമ്മൾ പോയി. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബൈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 4 new words added. ഓക്കെ, ശരിയാണോ? നമ്മളിപ്പോഴും പ്രിയാമ്പിളിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഓക്കെ, പ്രിയാമ്പിളിൽ ഒറ്റ അമെൻമെൻറ്റേ വന്നിട്ടുള്ളൂ, അത് 42nd തന്നെയാണ്. ഓക്കെ, ഒറ്റ പ്രാവശ്യം പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 4 വേർഡ്സ് അല്ല ആഡ് ചെയ്തിട്ടുള്ള, ഏതാ? 3 വേർഡ്സ് ആണല്ലേ? അപ്പോൾ ഏതൊക്കെയായിരിക്കും? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ഇല്ല, ആൻഡ് ഇൻറ്റഗ്രിറ്റി ആണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റും. സോ ഓക്കെ, അപ്പോൾ 2 ഓപ്ഷനിലേക്ക് വന്നു. ഓക്കെ, പ്രിയാമ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു ഇൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ശരിയല്ലേ? ഓക്കെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ ബേസിസിലാണ് പ്രിയാമ്പിൾ പിന്നീട് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തത്. എന്നാണ് അത് മൂവ് ചെയ്തത്? 13 ഡിസംബർ 1946 ആണ്. എന്നാണ് അഡോപ്റ്റ് ചെയ്തത്? 22 ജാൻ 1947 ആണ്. ഓക്കെ, ഇതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ പ്രിയാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കയാണ്. ഓക്കെ, അവിടെ നിന്നാണ് നമ്മൾ പ്രിയാമ്പിൾ എന്ന കൺസെപ്റ്റ് എടുത്തിട്ടുള്ളതെന്നും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയാണ്. സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ദ പ്രിയാമ്പിൾ ക്യാൻ ബി അമെൻഡഡ് ബൈ പാർലമെൻറ്റ് ബൈ വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് നമ്മളെപ്പോഴും പഠിക്കുന്നതല്ലേ അല്ലേ? ബീരുബാരി യൂണിയൻ കേസിൽ 1960 പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിയാമ്പിൾ നോട്ട് എ പാർട്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ കേശവാനന്ദ ഭാരതി കേസ് 1973 എന്ത് പറഞ്ഞു? പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് എന്ന് പറഞ്ഞു. പിന്നെ 1995 LIC കേസിൽ എന്ത് പറഞ്ഞു? പ്രിയാമ്പിൾ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞു. അപ്പം കേശവാനന്ദ ഭാരതി കേസിൽ എന്താ പറയുക, പ്രിയാമ്പിൾ ഈസ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പാർട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പാർട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അവിടെ ഫോളോ ചെയ്തിരിക്കണം എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അതിന് ശേഷം വന്ന 42nd അമെൻമെൻറ്റിൽ പ്രിയാമ്പിൾ നമ്മൾ ഒറ്റ തവണ നമ്മൾ എന്താ പറയുക അമെൻഡ് ചെയ്തതും ഈ 3 വേർഡ് നമ്മൾ ആഡ് ചെയ്തു. 3 വേർഡ് സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ വർഷങ്ങൾ പിന്നെ പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് എന്നൊക്കെ പറഞ്ഞ കേസ് ബീരുബാരി യൂണിയൻ കേസാണ്. ദെൻ 1995 LIC കേസൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. Which of the following statement is about the Election Commission of India? ഏതായിരിക്കും? ഓക്കെ, Election Commissioner hold the office for a term of 6 years or until they attain the age of 62. Okay, whichever is earlier. ശരിയാണോ? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റും. 6 years എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ കുറിച്ച് പറയുമ്പോൾ 6 years ശരിയാണ്. 62 എന്ന് പറയുന്നത് അല്ല, 65 ആണെന്നുള്ളത് ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, ഏതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പാർട്ട് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ? പാർട്ട് 15 ആണല്ലേ? പാർട്ട് 15 വരും. ഓക്കെ, അതായത് പാർട്ട് 15 ഫ്രം 324 to 329 ആണ് നമ്മുടെ ആർട്ടിക്കിൾ. ഓക്കെ, അത് ജസ്റ്റ് നോർമലുണ്ടാവണം. 324 to 329. 324 ആണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 324 ആണ് ആർട്ടിക്കിൾ, അതും ഓർത്തിരിക്കുക. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് ഇവിടെ തെറ്റും. ഫസ്റ്റ് തെറ്റുമ്പം നമ്മൾ നേരെ 2 ഓപ്ഷനിലേക്ക് പോകും. ഇലക്ഷൻ ടു ദ പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് ആർ കണ്ടക്ട് ബൈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ശരിയല്ലേ? ശരിയാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടിയാണ് എന്താ പറയുക ലോക്കൽ സെൽ ഗവൺമെൻറ്റ്സിൽ ഇലക്ഷൻ നടത്തുക എന്നുള്ളത്. ഏത് ആർട്ടിക്കിളാണ്? 243Kയും 243 ZAU ആണ് അതിൻ്റെ ആർട്ടിക്കിൾസ് വരുന്നത്. ഓക്കെ, അതും ജസ്റ്റ് നോർമൽ ഉണ്ടാവണം.
The chief election commissioners and the other election commissioner enjoy equal powers and draw equal salary. ശരിയാണോ? ശരിയാണ്. ഓക്കെ, അതും ശരിയാണ്. നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഒറ്റ കമ്മീഷണറേ ഉണ്ടായിരുന്നുള്ളൂ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. പിന്നീട് എന്താ പറയുക, നമ്മുടെ വോട്ടിംഗ് ഏജ് കുറച്ച് സമയം എപ്പോഴാണ്, 61st അമെൻമെൻറ്റ് 1989. ഓക്കെ, അതിൽ നമ്മൾ 21 ഇയേഴ്സ് ടു 18 ഇയേഴ്സ് ആക്കി വോട്ടിംഗ് ഏജ്. ഓക്കെ, സോ ആ സമയത്ത് അന്നേരം തന്നെ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ആക്റ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ 2 ഇലക്ഷൻ കമ്മീഷനും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം പിന്നെ അത് വീണ്ടും സ്റ്റേബിളാക്കി ഇപ്പം 3 പേരാണ് നിലവിലുള്ളത്. അത് ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, അപ്പം ഈ ഒരു സമയത്താണ് അത് വന്നതെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അല്ലെങ്കിൽ എലക്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ ഇതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നു. 2023 ഒരു ആക്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ടിൻ്റെ അണ്ടറിൽ ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ നമ്മളെ ഇലക്ഷൻ കമ്മീഷണറെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ആരൊക്കെ വരും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ PM എന്തായാലും ഉണ്ടാവും, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ട്, പിന്നെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടാവും. ആര് നോമിനേറ്റ് ചെയ്യുന്ന, PM നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും അതിലുണ്ടാവും എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി 26th. ഓക്കെ, കറണ്ട് ഇലക്ഷൻ കമ്മീഷണർ ആരാ? 26th ആരാ? 26th ജ്ഞാനേഷ് കുമാറാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം, ജ്ഞാനേഷ് കുമാർ. ദെൻ ബാക്കി 2 പേര് ആരൊക്കെയാണ്? ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു പിന്നെ ഡോക്ടർ വിവേക് ജോഷിയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് ആരായിരുന്നു? ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാ? നമ്മുടെ സുകുമാർ സെൻ ആണ്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, സുകുമാർ സെൻ. അതും ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഇത് വരുന്നത് B ആണ് കേട്ടോ, ഉത്തരം വരുന്നത് B ആണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. പിക്ക് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, the CAG can only removed by the Prime Minister of India to the same ground and also in the same manner of judge as the Supreme Court can be removed. CAG എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 148 അല്ലേ, നമുക്ക് അറിയാം, എല്ലാവരും പഠിക്കുന്നതാണ്. ആർട്ടിക്കിൾ 148ൻ്റെ അണ്ടറിലാണ് നമ്മുടെ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉള്ള ആർട്ടിക്കിൾ. അപ്പം അതിൻ്റെ ഇതിൽ വരുന്നത് എന്താ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, മോസ്റ്റ്ലി എല്ലാവർക്കും അറിയുന്ന ഒരു കേസാണ്. അപ്പം അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസറെ ഒരിക്കലും ഒരു പ്രൈം മിനിസ്റ്ററിന് റിമൂവ് ചെയ്യാനുള്ള പ്രൊവിഷനൊന്നും എവിടെയും നമ്മൾ കൊടുത്തിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും. ഓക്കെ, അത് ഓർമ്മയിലുണ്ടാവണം. ആ ലോജിക്ക് വെച്ച് തന്നെ ഈ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. സോ ഇവിടെ റോങ് ആണ് ചോദിച്ചത്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ക്യാൻ ഹോൾഡ് ദ ഓഫീസ് ഫോർ 6 years ആൻഡ് 65. ശരിയാണ്. ഓക്കെ, നമ്മളെ ഇലക്ഷൻ കമ്മീഷണറിൻ്റെ അതേ ഏജ് തന്നെയാണെന്നുള്ളത് കണക്ട് ചെയ്ത് പഠിക്കാം. ദ CAG ഓഡിറ്റ് റിപ്പോർട്ട്സ് ഓഫ് ഓൾ എക്സ്പെൻഡിച്ചർ ഫ്രം ദ കണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്. ശരിയാണ്, ഇതും കറക്റ്റാണ്. കണ്ടിജൻസി ഫണ്ടിൻ്റെ ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 267 ആണ്. പബ്ലിക് അക്കൗണ്ട് ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 266 ക്ലോസ് 2 ആണ്. 266 ക്ലോസ് 1 ആണ് നമ്മുടെ കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ എന്നും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദ CAG ഓഡിറ്റ്സ് ദ റിപ്പോർട്ട് ഓൺ ദ റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെൻറ് കമ്പനീസ്. കമ്പനീസിൻ്റെ ഒക്കെ ഇത് എന്താ പറയുക, പബ്ലിക് അണ്ടർടേക്കിങ്സിൻ്റെ ഒക്കെ എന്താ പറയുക റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ CAG ഓഡിറ്റ് ചെയ്യാറുണ്ട്. സോ ഇവരുടെ പിന്നീടുള്ള റിപ്പോർട്ടാണ് പിന്നീട് PAC, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, പിന്നെ റിവ്യൂ ഒക്കെ ചെയ്യുന്നത്. അത് നോർമൽ ഉണ്ടാവണം. ഓക്കെ, സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് ഇവിടെ തെറ്റ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. The central government law scheme that was unanimously struck down by the 5-judge Constitution Bench of Supreme Court on February 15, 2024. ഓക്കെ, ഏത് ലോയാണ് ഈ എന്താ 2024 സുപ്രീം കോർട്ട് സ്ട്രക്ക് ഡൗൺ ചെയ്തതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കത് നോക്കാം. കറണ്ട് അഫയേഴ്സ് ആണ്, ആ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, ദ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2003 FRBM ആക്ട് ആണ്. ഇത് തെറ്റാണ്. ഓക്കെ, മീൻസ് ഇതല്ല സ്ട്രക്ക് ഡൗൺ ചെയ്ത് എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് 2002 ഇതും അല്ല. ഇലക്ട്രൽ ബോണ്ട് സ്കീമാണ്. ഓക്കെ, ഇതാണ് സ്ട്രക്ക് ഡൗൺ ചെയ്തത്. എന്തിൻ്റെ ബേസിസിലാണ്? ആർട്ടിക്കിൾ 91 ക്ലോസ് 1A റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അണ്ടറിൽ റൈറ്റ് ടു നോ എന്ന ഇതുണ്ട്. ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷനൊക്കെ അതിൻ്റെ ബേസിസിലാണ് നമുക്ക് വരുന്നത് ആക്റ്റൊക്കെ. സോ ഇതിൻ്റെ അണ്ടറിൽ ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ് സുപ്രീം കോടതി പറഞ്ഞിട്ട് സ്ട്രക്ക് ഡൗൺ ചെയ്യുകയാണ്. ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ള ഇതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് അവിടെ എന്താ പറയുക ഇത് ചെയ്തത്, സ്ട്രക്ക് ഡൗൺ ചെയ്തത്. അഗ്നിപത് സ്കീം നമുക്കറിയാം. ഓക്കെ, അതും സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുള്ള ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്താ 17.5 to 23 years ഏജ് ഉള്ളവരെ ആർമിയിലേക്ക് സെലക്ട് ചെയ്യുന്നതാണ് ഫോർ 4 year പീരീഡ്. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ആർമിയുടെ ഒരു എന്താ ബേസിക് ഏജ്, ആവറേജ് ഏജ് 26 ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം അത് 31, 32 ആ റേഞ്ചാണ് ഉള്ളത്. അപ്പം ഇതിങ്ങനെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഓർമ്മയിലുണ്ടാവണം. പിന്നെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട്. ഓക്കെ, അതെന്താ?
അത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ GDP ഇത് വെച്ചിട്ട് നമ്മുടെ ബജറ്റിൻ്റെ ഒക്കെ ഡെഫിസിറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്റ്റാണ്. നമുക്ക് 3% ഓഫ് GDP നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആക്കണം എന്നുള്ള ടാർഗറ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ആക്റ്റാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, കറക്റ്റ് അബൌട്ട് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എപ്പോഴും അത് ശ്രദ്ധിക്കണം, കറക്റ്റാണ് ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, അതിൻ്റെ പേരിൽ മാർക്ക് പോകാൻ പാടില്ല. ഓക്കെ, ദ കമ്മീഷൻ കനോട്ട് എൻക്വയർ ഇൻ ടു ആൻ ആക്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആഫ്റ്റർ ദ എക്സ്പയർ ഓഫ് 1 year ഓഫ് ഒക്യൂറൻസ് ഓഫ് ദാറ്റ് ആക്ട്. ശരിയാണോ? കനോട്ട് എൻക്വയർ ഇൻ ടു ആൻ ആക്ട്, ഓക്കെ, 1 year എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വർഷത്തിന് മുമ്പേ ഉള്ള ഒരു ഇൻസിഡൻ്റ് ആണെങ്കിൽ അതിലേക്ക് കമ്മീഷന് അധികാരമില്ല എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് ശരിയാണ് കേട്ടോ. ഒരു വർഷത്തിന് മുന്നേ ഉള്ള കേസുകളാണെങ്കിൽ കമ്മീഷൻ അധികാരം ഉണ്ടാവില്ല. ദോ അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ, ദ ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് കമ്മീഷൻ ക്യാൻ ഓൺലി ബി റിമൂവ്ഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ശരിയാണോ? ശരിയാണോ? ശരിയാണ്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ദ കമ്മീഷൻ ഡസ് നോട്ട് ഹാവ് ദ പവർ ടു പണിഷ് വയലേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ശരിയാണോ? ഇതും ശരിയാണ്. ഓക്കെ, അതും ജസ്റ്റ് നോർമൽ ഉണ്ടാവണം. ഓക്കെ, കാരണം കമ്മീഷനാണ്. ആ കമ്മീഷൻ അങ്ങനെ എന്താ പറയുക പണിഷ് ചെയ്യാനുള്ള ഇതൊന്നുമില്ല. കമ്മീഷൻ എപ്പോഴും എന്താ ചെയ്യുക, റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെയാണ് അത് മോസ്റ്റ്ലി ചെയ്യുന്നത്. അപ്പം അത് ലോജിക്കലി തന്നെ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ഓൾ ദ എബോവ് ആണ് ആൻസർ വരുന്നത്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ കുറച്ച് ബേസിക്സും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്ന ദിവസം ഏതാ? 11 December 1998 ആണ്. അത് ജസ്റ്റ് നോർമൽ ഉണ്ടാവണം. ഓക്കെ, ഇപ്പോഴത്തെ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ എന്നുള്ളത് ജസ്റ്റ് നോർമൽ ഉണ്ടാവണം. ഓക്കെ, ദെൻ ഫസ്റ്റ് ആരായിരുന്നു? അത് നമ്മളെപ്പോഴും പഠിക്കുന്നതാണ്, MM പരീത് പിള്ള. ഓക്കെ, പഠിക്കുന്നതാണ്, PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതും ജസ്റ്റ് നോർമൽ ഉണ്ടാവണം. ഓക്കെ, ഇനി ഇത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കമ്മിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയിൽ ആർക്കായിരിക്കും ഉണ്ടാവുക? CM ഉണ്ടാവും അല്ലേ? CM എന്തായാലും ഉണ്ടാവും. പിന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ട്. പിന്നെ ആരുള്ള? സ്പീക്കർ ഉണ്ടാവും, എന്തായാലും സ്പീക്കർ ഉണ്ട്. പിന്നെ ആരാളെ? ഹോം മിനിസ്റ്റർ ഉണ്ട്. ഇപ്പം കേരളത്തിൻ്റെ കേസിലാണെങ്കിൽ രണ്ടാളും ഒരാളാണ്, CM ഹോം മിനിസ്റ്റർ ഒരാളായതുകൊണ്ട്. ഓക്കെ, സോ അതൊന്ന് ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, സ്പീക്കർ ആരാ? നമ്മുടെ എമിൻ ഷംസീറാണ്. അതും ജസ്റ്റ് നോർമൽ ഉണ്ടാവും. ഓക്കെ, ചിലപ്പം പോർട്ട്ഫോളിയോസൊക്കെ ചോദിക്കാറുണ്ട് ഡയറക്റ്റ്ലി തന്നെ. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയതെല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ കമ്മീഷൻ്റെ ഒരു ഇതുണ്ട്, എന്താ ഏജ് ലിമിറ്റ് ഉണ്ട്. ടെന്യൂർ എന്താ? 3 yearsഉം 70 years 3 years ഓർ 70 years ആണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഹു ഹെഡ് ദ സുപ്രീം കോർട്ട് ബെഞ്ച് ഇൻ വിശാഖ കേസിൽ ഏത് ജഡ്ജാണ് ഹെഡ് ചെയ്തതെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ഇത് അത്യാവശ്യം എന്താ പറയുക നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എപ്പോഴും നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്ത് പോയാലും എന്താ പറയുക PSC ചിലതൊക്കെ ഔട്ട് ഓഫ് ദ ബോക്സിൽ ചോദിക്കാറുണ്ട്. അപ്പം ഇത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അത്രയും ഡീപ്പായിട്ടൊന്നും ആരും പഠിക്കാറില്ല. ബട്ട് നമുക്ക് എന്തായാലും പറഞ്ഞു പോകാം. വിശാഖ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോം ചെയ്തിട്ടുള്ള എന്താ കേസാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മുടെ 2003 എന്താ 2003 നമ്മുടെ ഹറാസ്മെൻറ്റ് ആക്റ്റൊക്കെ വന്നിട്ടുണ്ട്. വുമൻ അറ്റ് വർക്ക് പ്രിവെൻഷൻ ഓഫ് വുമൻ അറ്റ് വർക്ക് ഹറാസ്മെൻറ്റിൻ്റെ ആക്റ്റൊക്കെ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നോർമൽ ഉണ്ടാവണം. അതൊക്കെ ഇതിൻ്റെ ബേസിസിൻ്റെ അണ്ടറിലാണ് വന്നതെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം ഇതിൻ്റെ ഉത്തരം വരുന്നത് B ആണ്. ഓക്കെ, രഞ്ജൻ ഗൊഗോയൊക്കെ നമ്മുടെ അയോധ്യ കേസിൻ്റെ ഒക്കെ വിധി പറഞ്ഞ ആളാണ്. പിന്നെ ഇവർ ബാക്കിയുള്ളവർ നമ്മുടെ ചീഫ് ജസ്റ്റിസ് അല്ല, ജസ്റ്റിസുകളെ അവരായിരുന്നു. ഓക്കെ, സുപ്രീം കോടതി ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇവിടെ ഉത്തരം വരുന്നത് B, ജസ്റ്റിസ് JS വർമ്മ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. Which part of the Constitution of India empowers the Parliament for the establishment of administrative tribunals for the adjudication of dispute related to the service of person appointed for the public സർവീസസ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്? ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഏത് പാർട്ടിലാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഏത് പാർട്ടിലായിരിക്കും? നമ്മളെപ്പോഴും പഠിക്കുന്നതാണല്ലേ, 14A. ഓക്കെ, പാർട്ട് 14A ആണ്. ഓക്കെ, സോ ഇത് എപ്പോഴാണ് വന്നേ? 42nd അമെൻമെൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഏതൊക്കെ ആർട്ടിക്കിൾ 323A ആൻഡ് 323B ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 323A എന്താണ് പറഞ്ഞിട്ടുള്ളത്? 323A എന്താ പറഞ്ഞത്? നമ്മുടെ എന്താ പറയുക പാർലമെൻറ്റിനാണ്
നിയമം ഉണ്ടാക്കാൻ അവകാശം അല്ലെങ്കിൽ ട്രൈബ്യൂണൽ ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇവിടെ കൊടുത്തിട്ടുള്ള എന്ത് ട്രൈബ്യൂണൽ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ്, അതിനെക്കുറിച്ചാണ് ഈ 323A പറയുന്നത്. ഓക്കെ, 323B എന്താ പറയുക? ഓക്കെ, സ്റ്റേറ്റിനും പാർലമെൻറ്റിനും രണ്ടുപേർക്കും ഒരുപോലെ നിയമം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഒരുപോലെ ട്രൈബ്യൂണൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് 323Bയിൽ പറയുന്നത്. ട്രിബ്യൂണൽസ് ഫോർ അതർ പർപ്പസസ്, ഇപ്പോൾ ട്രേഡ് ഡിസ്പ്യൂട്ട് കാര്യങ്ങൾ, ലേബർ ഡിസ്പ്യൂട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രൈബ്യൂണൽസ് ഒക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ 323Bയുടെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അത് സ്റ്റേറ്റിനും പാർലമെൻറ്റിനും അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും പാർലമെൻറ്റിനും നിയമം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ 323Aയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ക്രിയേഷന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൽ പാർലമെൻറ്റിന് മാത്രമേ നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ക്യാറ്റ് ഫോം ചെയ്തിട്ടുണ്ട് 1985. ഓക്കെ, നമ്മുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ്. ഓക്കെ, ക്യാറ്റ് ഫോം ചെയ്തിട്ടുണ്ട്, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അത് ഈ ആർട്ടിക്കിളിൻ്റെ അണ്ടറിലാണെന്നുള്ളതും ഓർത്തിരിക്കുക. പാർട്ട് 9 എന്താ? പാർട്ട് 9 നമ്മുടെ പഞ്ചായത്ത് അല്ലേ, പഞ്ചായത്താണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പാർട്ട് 11A എന്ന് പറഞ്ഞ പാർട്ടില്ല, പാർട്ട് 11 ഉണ്ട്. അതെന്താ? റിലേഷൻ ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ആണ്. അതിൽ തന്നെ ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷനെ കുറിച്ച് പറയുന്നതാണ് പാർട്ട് 11 എന്ന് പറയുന്നത്. പാർട്ട് 13A എന്ന് പറയുന്നതും പാർട്ടില്ല, പാർട്ട് 13 ഉണ്ട്. അത് പറയുന്നത് എന്താ? ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ കുറിച്ചിട്ടാണ്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പാർട്സുകളെല്ലാം വളരെ എന്താ പറയുക, ഇത് ഡെഫിനറ്റ് ആയിട്ട് തന്നെ ആർട്ടിക്കിൾസും പാർട്സൊക്കെ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു മെയിൻസ് ലെവലാകുമ്പം മോസ്റ്റ്ലി ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പം പാർട്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതുള്ള പഠിച്ചു പോയാൽ തന്നെ നമുക്ക് കുറേയൊക്കെ എലിമിനേറ്റ് ചെയ്തൊക്കെയും ആൻസറിലേക്ക് എത്താൻ പറ്റും, മീൻസ് എക്സാക്ട് ഫാക്റ്റ് അറിഞ്ഞില്ലെങ്കിൽ കൂടി. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ 9. ഓക്കെ, സോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഓക്കെ അമെൻമെൻറ്റ്സ് ആണ്. റീസെൻറ്റ് അമെൻമെൻറ്റ്സ് ഒക്കെ PSCക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് എസ്സേയുടെ മെയിൻസിന് പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, ഇതിൽ ചോദിച്ചിരിക്കുന്നത് 105 ആണ്. ഓക്കെ, 105ാമത്തെ അമെൻമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ദ അമെൻമെൻറ്റ് റിലേറ്റിംഗ് ടു ദ സ്ട്രക്ചർ, ഫംഗ്ഷൻ, പവേഴ്സ് ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്. ശരിയാണോ? ഇത് ശരിയാണോ? അല്ല, 102ലാണ് ഇത് വന്നിട്ടുള്ളത് അല്ലേ? അത് നമുക്കറിയാം, 102 അത് ഓർത്തിരിക്കണം. ഓക്കെ, ഏത് ആർട്ടിക്കിളിലാണ് നാഷണൽ ബാക്ക്വേർഡ് കമ്മീഷൻ ഉള്ളത്? 338Bയിലാണെന്നുള്ളതും ഓർത്തിരിക്കാം. ദ അമെൻമെൻറ്റ് എംപവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് ദ യൂണിയൻ ടെറിട്ടറീസ് ടു പ്രിപ്പയർ മെയിൻറ്റെയിൻ ലിസ്റ്റ് ഓഫ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി. ഓക്കെ, SEBC സെഷൻ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ സ്റ്റേറ്റിന് കൊടുത്തു എന്നുള്ളതാണ് 105ാമത്തെ അമെൻമെൻറ്റായിട്ട് വരുന്നത്. B ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, the amendment extends the reservation of seats and STs in Lok Sabha and state assemblies from 70 to 80 years. In addition, reserved seat for Anglo-Indian community in Lok Sabha and state assemblies were removed. ഇത് ഏതാ? 104 ആണെന്നുള്ളത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, 105 അല്ല, 104 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് എന്താ പറയുക, SC/ST റിസർവേഷൻ നമുക്ക് ലോക്സഭയിലുണ്ട്, സ്റ്റേറ്റ് അസംബ്ലീസിലൊക്കെ വരാറുണ്ട്. പിന്നെ നോമിനേഷൻസ് ഉണ്ടായിരുന്നു. ലോക്സഭയിൽ 2 നോമിനേഷൻ ആംഗ്ലോ ഇന്ത്യൻസിന് ഉണ്ടായിരുന്നു, സ്റ്റേറ്റിൽ അത് 1 ഉണ്ടായിരുന്നു. ഇത് നമ്മൾ എന്താ പറയുക, വോയിഡ് ആക്കി, അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്ട്രക്ക് ഡൗൺ ചെയ്തു. ഇപ്പം അങ്ങനെ ഒരു പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല എന്നുള്ളതാണ് ഇത് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ലാസ്റ്റ് ആരായിരുന്നു? കേരളത്തിൻ്റെ ജോൺ ഫെർണാണ്ടസ് ആണ്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ജോൺ ഫെർണാണ്ടസ് ഓർത്തിരിക്കുക. ഓക്കെ, ഇൻ അഡീഷൻ അടുത്ത ഡിയിലേക്ക് പോകാം. ഇൻ അഡീഷൻ ടു എക്സിസ്റ്റിംഗ് റിസർവേഷൻ, ദ അമെൻമെൻറ്റ് പ്രൊപ്പോസ് എ മാക്സിമം 10% റിസർവേഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇനീഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഇൻ ദ ഗവൺമെൻറ് പോസ്റ്റ് ഫോർ എക്കണോമിക്കലി വീക്കർ സെഷൻ. ഇത് ഏത് അമെൻമെൻറ്റ് വരുന്നത്? 103 ആണ് കേട്ടോ. 103 അമെൻമെൻ്റ് ആണ്. എക്കണോമിക് വീക്കർ സെഷൻസുള്ള 10% റിസർവേഷൻ്റെ അമെൻമെൻറ്റ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് പോകാം. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. കറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ദ ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ്. ശരിയാണ്. ഓക്കെ, അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണല്ലേ. ദ ഷാൽ ബി ഹോൾഡ് ദ ഓഫീസ് ഫോർ ടേം ഓഫ് 6 years and 65 years. ഇതും ശരിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ 3 ഓഫീസേഴ്സ് അങ്ങനെ പഠിച്ചു. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ പഠിച്ചു, ക്യാഗ് പഠിച്ചു, അതുപോലെ തന്നെ UPSCയും പഠിച്ചു അല്ലേ. UPSCയുടെ ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 315 ആണ്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഏതായിരുന്നു? 324 ആണ്. ദെൻ ക്യാഗ് ഏതായിരുന്നു? 148 ആണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ 3 ഓഫീസേഴ്സിൻ്റെയും ടെന്യൂർ 6 to 65 years എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദേ ക്യാൻ ബി റിമൂവ് ബൈ ദ പ്രസിഡന്റ് ഓൺ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ഇങ്ങനൊരു പ്രൊവിഷൻ പറയുന്നില്ല, പ്രസിഡന്റ് ആണ് റിമൂവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മീൻസ് അത് നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ അല്ല, അങ്ങനെയല്ല കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ള. ഷാൽ ബി റിമൂവ് ബൈ ദ പ്രസിഡന്റ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെൻറ്റോട് തെറ്റും. ദ കമ്മീഷൻ ഷാൽ പ്രസന്റ് ആനുവൽ റിപ്പോർട്ട് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റാണ്. പ്രസിഡന്റാണ് ഇതിൻ്റെ റിപ്പോർട്ട് സ്വീകരിക്കേണ്ടത് എന്ന രീതിയിൽ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, സോ ഇവിടെ ഉത്തരം വരുന്നത്
സി ആണ് അല്ലേ, 1, 2 and 4. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ പ്രസിഡന്റ് റിമൂവ് ചെയ്യുന്നതിന് എന്താ, നമുക്ക് എന്താ പ്രൂവൺ മിസ്ബിഹേവിയർ ഒക്കെ ഉണ്ടെങ്കിൽ SCയുടെ എൻക്വയറി, അതായത് സുപ്രീം കോടതിയുടെ എൻക്വയറി ഒക്കെ ഉണ്ട്, അതിൻ്റെ ബേസിസിലായിരിക്കും റിമൂവലൊക്കെ നടക്കുക എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റൻ നമ്പർ 11. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് റിഗാർഡിംഗ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഹീസ് ഇൻഡയറക്ട്ലി എലക്ടഡ് ബൈ ആൻ ഇലക്ട്രൽ കോളേജ്. ശരിയല്ലേ? ഓക്കെ, നമ്മുടെ പ്രസിഡന്റ് ഡയറക്ട്ലി ഇലക്ടഡ് അല്ല, ഇൻഡയറക്ട്ലി ആണ് അല്ലേ? ഓക്കെ, അത് ശരിയാണ്. ദ ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ അസംബ്ലീസ് ഓഫ് സ്റ്റേറ്റ്സ്. ശരിയാണോ? സോ ഇവിടെ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? നോമിനേറ്റഡ് മെമ്പേഴ്സ് ഒക്കെ വരും അല്ലേ? എവിടെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉള്ള? രാജ്യസഭയിലുണ്ട്. എത്ര പേരാണ്? 12 പേരുണ്ട് അല്ലേ? അപ്പം ഏതൊക്കെ ഗ്രൗണ്ട്സിലാണ് അവർ വരുന്നത്? ആർട്ട്, സയൻസ്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ സർവീസ്, ഈ 4 ഗ്രൗണ്ട്സിലാണ് വരുന്നത്. സ്പോർട്സ് ഒന്നും ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. പക്ഷേ നമ്മൾ സ്പോർട്സിൽ നിന്നൊക്കെ ഒരുപാട് പേരെ എടുത്തിട്ടുണ്ട്. എന്താ, സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ട്, ഇപ്പോഴത്തെ ഇതിൽ PT ഉഷയൊക്കെ ഉണ്ട്. അപ്പം ആ ഗ്രൗണ്ട് ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടില്ല എന്ന് ഓർത്തിരിക്കുക. അപ്പം മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഈ നോമിനേറ്റഡ് മെമ്പേഴ്സും വരും. ഇപ്പം ലോകസഭയിൽ 2 പേരുണ്ടായിരുന്നു, അത് 104 അമെൻമെൻറ്റിൽ നമ്മൾ ഒഴിവാക്കി എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ 12 പേരുണ്ട്. അപ്പം ഈ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഒരിക്കലും പ്രസിഡന്റ് ഇലക്ഷന് വോട്ട് ചെയ്യില്ല. ഇത് കറക്റ്റ് ടൈം എന്ന് പറയുന്നത് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നാണ് കറക്റ്റ് വരുന്നത്. ഇലക്ടഡ് മെമ്പേഴ്സിന് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫർ വോട്ട് മെത്തേഡ് ഈസ് യൂസ്ഡ്. ഇത് കറക്റ്റാണ്. ഓക്കെ, സോ നമ്മൾ പ്രസിഡന്റ് ഇലക്ഷൻ, വൈസ് പ്രസിഡന്റ് ഇലക്ഷനും പിന്നെ രാജ്യസഭ ഇലക്ഷനൊക്കെ യൂസ് ചെയ്യുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന സിസ്റ്റമാണ്. ബാക്കിയുള്ള ഇലക്ഷൻ ഏതാ? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളൂ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇത് തമ്മിലുള്ള കോർ ഡിഫറൻസസ് ഒക്കെ എന്താണ്, ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കി പോകണം. ദെൻ ആർട്ടിക്കിൾ 56 പ്രൊവൈഡ് ഫോർ ദി യൂണിഫോമിറ്റി ഇൻ സ്കെയിൽ ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇലക്ഷൻ. ഇല്ല, ഇത് തെറ്റാണ്. ആർട്ടിക്കിൾ 56 പറയുന്നത് നമ്മുടെ ടെന്യൂറാണ് പറയുന്നത് കേട്ടോ. ടെന്യൂർ ഓഫ് ദ പ്രസിഡൻ്റ് ആണ് പറയുന്നത്, 5 വർഷം. ഇനി സ്കെയിൽ ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, എത്ര പേരാ, അതായത് നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ചാണ് ഓരോ MLAയുടെയും വോട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേറ്റ് പോപ്പുലേഷൻ ബൈ നമ്പർ ഓഫ് MLA ഇൻറ്റു 1/1000. ഇതാണ് എന്താ പറയുക, ഈ MLAയുടെ വോട്ട് വാല്യൂ ആയിട്ട് നമ്മൾ പ്രസിഡന്റ് ഇലക്ഷന് എടുക്കുന്നതെന്നുള്ളത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതും ജസ്റ്റ് ഓർത്തിരിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇവിടെ ഓക്കെ, ഉത്തരം വരുന്നത് ഇൻകറക്റ്റ് ആണ് ചോദിച്ചുള്ളത്. സോ 2 and 4 ആണ് ഇൻകറക്റ്റ്. A ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് റിഗാർഡിംഗ് 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്? ഓക്കെ, സോ 52nd നമ്മുടെ ഡിഗ്രി ഫസ്റ്റ് പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട്. ഓക്കെ, 52nd ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ആൻറ്റി ഡിഫഷൻ ലോ. ശരിയല്ലേ? ഇറ്റ് ഇൻസൈഡഡ് 10th ഷെഡ്യൂൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതും ശരിയാണ്. ക്വസ്റ്റൻ ഓഫ് ഡിഫഷൻ ഈസ് ഡിസൈഡഡ് ബൈ ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ഹൗസ്. ഇതും കറക്റ്റാണ്. ഓക്കെ, ഒരു കേസിൽ ഇപ്പം ഡിസ്ക്വാളിഫിക്കേഷൻ ആൻറ്റി ഡിഫഷൻ ലോയുടെ അണ്ടറിൽ അത് തീരുമാനിക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസർ ആയിരിക്കും. സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. അവരുടെ ഡെസിഷൻ ഫൈനലായിരിക്കും. പക്ഷേ ഇതിന് ജുഡീഷ്യൽ റിവ്യൂ ബാധകമാണെന്നുള്ള കാര്യമൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട്, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ആൻ ഇൻഡിപെൻഡൻറ്റ് മെമ്പർ ഈസ് ഫ്രീ ടു ജോയിൻ എ പൊളിറ്റിക്കൽ പാർട്ടി വിത്തിൻ 6 months ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് മെമ്പർ ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്താൽ തന്നെ ഡിസ്ക്വാളിഫൈ ആവും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഒരു നോമിനേറ്റഡ് മെമ്പേഴ്സിന് വിത്തിൻ 6 months ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അവർ 6 monthsന് ശേഷമാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അവരും ഡിസ്ക്വാളിഫിക്കേഷന് ബാധകമാകും എന്നുള്ളതും ഓർത്തിരിക്കുക. ഇവിടെ 1, 2, 3 ആണ് ഉത്തരം വരുന്നത്. B ആണ് ഉത്തരം. ഈ അമെൻമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1985 52nd അമെൻമെൻറ്റ്, അതാണ് 10th ഷെഡ്യൂൾ നമ്മൾ ആഡ് ചെയ്തുള്ളൂ, ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 13 റിഗാർഡിംഗ് മണി ബില്ലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആർട്ടിക്കിൾ 1110 ആണ്, സോറി 110. ഓക്കെ, ഇതാണ് മണി ബില്ലുമായിട്ട് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പഠിക്കുന്നതാണ്. മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഇൻ എയ്തർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. തെറ്റല്ലേ? ഓക്കെ, എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ് നമുക്ക് പറ്റില്ല. ഏതാണ്? ലോകസഭയിൽ മാത്രമേ മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. സ്പീക്കർ ഡിസൈഡ് വെദർ എ ബിൽ ഈസ് മണി ബിൽ ഓർ നോട്ട്. ഇത് കറക്റ്റാണ്. ഓക്കെ, സ്പീക്കറാണ് എന്തെങ്കിലും അതിന് ഡിസ്പ്യൂട്ടോ കാര്യങ്ങളൊക്കെ വന്നാൽ സ്പീക്കറാണ് സഭയുടെ ഉള്ളിൽ അത് ഫൈനലായിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് മണി ബില്ലാണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, പിന്നീട് അതിനും ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ ബാധകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആധാർ ബില്ലൊക്കെ അങ്ങനെ ജുഡീഷ്യൽ ഇതിന് പോയിട്ടുള്ളതാണ്. ഓക്കെ, അതും ജസ്റ്റ് ഓർത്തിരിക്കുക. രാജ്യസഭ ഹാസ് ടു റിട്ടേൺ ദ ബിൽ വിത്തിൻ 14 days വിത്ത് റെക്കമെൻഡേഷൻ. ശരിയാണോ? ശരിയാണ്. റെക്കമെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. അമെൻഡ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനൊന്നും രാജ്യസഭയ്ക്ക് അധികാരം മണി ബില്ലിൻ്റെ കേസിലില്ല എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇവിടെ 1, 3 and 4 ആണ് ഉത്തരം വരിക. ഓക്കെ, 1, 3 and 4. സോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം.
Question number 14. Consider the following statement. Okay. The right to issue writs for the enforcement provided in Article 32 and 226 of the Constitution. ശരിയല്ലേ? 32 ഏതാ എസ് സിക്കാണ്, 226 ഹൈക്കോടതിനും റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, സോ ഇത് ശരിയാണ്. ഇത് സുപ്രീം can issue it for the enforcement of fundamental rights and for the redressal of any injury or any illegality arising out of the ordinary law. ശരിയാണോ? തെറ്റാണ്. The writ jurisdiction of High Court is wider than writ jurisdiction of Supreme Court എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. ഓക്കെ, ഹൈക്കോർട്ടിന് അണ്ടർ 226 അണ്ടറിലാണ് ഈ എന്താ പറയുക ഈ റൈറ്റ് ഉള്ളത്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ മാത്രമല്ല, ബാക്കിയുള്ള ഓർഡിനറി ലോസിൻ്റെ കേസിലും ഹൈക്കോർട്ടിന് വേണമെങ്കിൽ റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെന്നുള്ളതും ഓർത്തിരിക്കുക. സുപ്രീം കോർട്ടിന് ആ പവറില്ല, ഓൺലി ഫോർ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനാണ് സുപ്രീം കോർട്ടിന് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശമുള്ളതും എന്നും ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റോട് തെറ്റും. ഹൈക്കോർട്ട് ഇഷ്യൂസ് റിട്ട് ഓൺലി ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്, തെറ്റാണ്. The right under Article 32 can be suspended only during proclamation of emergency laid down by Constitution under Article 359. ഓക്കെ, ഇത് ശരിയാണ്. 359 എന്താ പറയുന്നത്? നാഷണൽ എമർജൻസിയുടെ ഇനാക്ട്മെൻറ്റ് വരുമ്പം അല്ലെങ്കിൽ പ്രൊക്ലമേഷൻ വരുമ്പം ഇവിടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 358 അണ്ടറിൽ 19 ഓട്ടോമാറ്റിക്കലി കട്ടാവും. പക്ഷേ 359 അണ്ടറിൽ പ്രസിഡന്റിന് വേണമെങ്കിൽ ബാക്കിയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എക്സെപ്റ്റ് 20 and 21 ഒഴിച്ച് ബാക്കി ഏത് ഫണ്ടമെൻ്റൽ റൈറ്റും റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള അവകാശം പ്രസിഡന്റിന് ആർട്ടിക്കിൾ 359 അണ്ടറിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓർത്തിരിക്കുക. 20 21 ഒരു കാരണവശാലും റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും ഓർത്തിരിക്കുക. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ ഉത്തരം ശരിയാണ്. ഓക്കെ, 32 ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് ബൈ ദ പ്രസിഡന്റ്. ഓക്കെ, അണ്ടർ ആർട്ടിക്കിൾ 359. കാരണം 20 21 മാത്രമാണ് അത് എക്സെപ്ഷൻ ഉള്ളത്, 32 അതിലില്ല. ഓക്കെ, സോ ഇവിടെ ഉത്തരം വരുന്നത് 1 and 2. ഓക്കെ, 1 and 4. ഓക്കെ, സി 1 and C ആണ് വരുന്നത്. സി 1 and 4 ആണ് വരുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ 15. ഓക്കെ, ആർട്ടിക്കിൾ 20 നമ്മൾ നേരത്തെ പറഞ്ഞു പോയായിരുന്നു. ഓക്കെ, സോ ഇത് ഒരുപാട് പ്രാവശ്യം PSC എന്താ പറയുക ബൈ ക്ലോസ് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, സോ ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം കൺവെൻഷൻ ഓഫ് ഒഫൻസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് 3 കാര്യങ്ങൾ ആർട്ടിക്കിൾ 20 പറയുന്നുണ്ട്. ഓക്കെ, എസ് പോസ്റ്റ് ഫാക്ട് ലോ എന്ന് പറയുന്നത് ക്ലോസ് 1 പറയുന്നുണ്ട്. ഡബിൾ ജിയോപാഡി പറയുന്നുണ്ട്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ പറയുന്നുണ്ടോ? പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഇല്ല, അത് ആർട്ടിക്കിൾ എന്താ പറയുക 22 അണ്ടറിലാണ് പറയുന്നതെന്നുള്ളതും ഓർത്തിരിക്കുക. സെൽഫ് ഇൻക്രിമിനേഷൻ എന്താ പറയുക ക്ലോസ് 3 പറഞ്ഞിട്ടുണ്ടെന്നുള്ളതും ഓർത്തിരിക്കുക. എസ് പോസ്റ്റ് ഫാക്ട് ലോ എന്ന് പറയുന്നത് എന്താ? അതായത് എന്താ പറയുക റെട്രോസ്പെക്റ്റീവ്ലി ക്രിമിനൽ മുൻകാല പ്രാബല്യത്തിൽ ഒരിക്കലും ക്രിമിനൽ ലോസ് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് നോ എസ് പോസ്റ്റ് ഫാക്ട് ലോ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷേ അതിലൊരു ഇത് വേണം, ക്രിമിനൽ ലോസ് മാത്രമാണ്, സിവിൽ ലോസ് കൊണ്ടുവരാൻ പറ്റും. അതായത് ഇപ്പം നമ്മുടെ ടാക്സേഷൻ ലോസൊക്കെ അങ്ങനെ റെട്രോസ്പെക്റ്റീവിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ കേസും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെ ഡബിൾ ജിയോപഡി എന്ന് പറഞ്ഞാൽ ഒരേ കുറ്റത്തിന് ഒരാളെ 2 തവണ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഡബിൾ ജിയോപഡി എന്ന് പറയുന്നത്. ഇതും ക്രിമിനൽ കേസസിൽ മാത്രമാണ്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഇത് ബാധകമല്ല എന്നും പറയുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഒരാളെ കറപ്ഷന് പിടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാം, വീണ്ടും പ്രൊമോഷൻ്റെ സമയത്ത് വേണമെങ്കിൽ താഴെപ്പെടാം. ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പം അത് ഡബിൾ ജിയോപഡിയുടെ അണ്ടറിൽ വരുമെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് കേസാകുമ്പം അത് എന്താ പറയുക ഈ ക്ലോസ് ബാധകമല്ല എന്നുള്ളതും പറയുന്നുണ്ട്. പിന്നെ സെൽഫ് ഇൻക്രിമിനേഷൻ, അതായത് ഒരാളെ നിർബന്ധിക്കാൻ പാടില്ല എന്താ പറയുക കുറ്റമേക്കാനായിട്ട്, അത് പറയുന്നുണ്ട്. പക്ഷേ ഇത് എന്താ തമ്പ് ഇംപ്രഷൻ ബോഡി ചെക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇത് ബാധകമല്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ഈ 3 ആർട്ടിക്കിൾ 20 അണ്ടറിൽ ബൈ ക്ലോസ് അടക്കം PSC ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആർട്ടിക്കിൾ 22 അണ്ടറിലാണ് പറയുന്നത്. ഓക്കെ, അപ്പം 1, 2, 4 ആണ് ഇവിടെ ഉത്തരം വരുന്നത്, സി. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ റെക്കമെൻഡേഷൻ ഓഫ് LM സിംഗ്വി കമ്മിറ്റി? ഓക്കെ, LM സിംഗ്വി കമ്മിറ്റി പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ എന്താ പറയുക ഇതാണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കൊരു 5-6 കമ്മിറ്റീസ് പഠിക്കാനുണ്ട്. ഈവൻ എന്താ പറയുക ഡിഗ്രി ലെവലിൽ പോകുമ്പം നിർബന്ധമായിട്ട് കമ്മിറ്റീസൊക്കെ ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 16. ഓക്കെ, ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് LM സിംഗ്വി പറഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യൽ പാർട്ടിസിപ്പേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് അറ്റ് ഓൾ ലെവൽ ഓഫ് പഞ്ചായത്ത് ഇലക്ഷൻ, ഇത് പറയുന്നത് അശോക് മേത്തയാണ്. ഓക്കെ, LM സിംഗ്വി കമ്മിറ്റി അല്ല, അശോക് മേത്ത കമ്മിറ്റിയാണ്. ഓക്കെ, ഓർത്തിരിക്കുക. അശോക് മേത്ത കമ്മിറ്റി എപ്പോഴാണ്? 1977 അത് ഓർത്തിരിക്കുക. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ന്യായ പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ജുഡീഷ്യൽ ട്രിബ്യൂണൽസ് ഇൻ ഈച്ച് സ്റ്റേറ്റും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
സോ ഇതിൽ തെറ്റ് വരുന്നത് 2 ആണ്. 2 അശോക് മേത്ത കമ്മിറ്റിയുടെ എന്താ പറയുക റെക്കമെൻഡേഷൻ ആണെന്നുള്ളതും ഓർത്തിരിക്കുക. സോ ആദ്യത്തെ കമ്മിറ്റി ഏതായിരുന്നു? ആദ്യത്തെ കമ്മിറ്റി ഏതാ? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് അല്ലേ? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 ആണെന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, ഡീസെൻട്രലൈസേഷൻ 3 ടയർ സ്ട്രക്ചറൊക്കെ പറയുന്നത് എന്താ പറയുക ഈ കമ്മിറ്റി ആണെന്നുള്ളതും ഓർത്തിരിക്കുക. അശോക് മേത്ത കമ്മിറ്റിയൊക്കെ 2 ടയർ സ്ട്രക്ചറാണെന്ന് പറഞ്ഞിട്ടുള്ളത് അതും ഓർത്തിരിക്കുക. സോ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പഠിക്കണം. February 9 ബൽവന്ത് റായ് മേത്തയുടെ ബർത്ത് ആനിവേഴ്സറിയുടെ ഡേറ്റ് ആണ്. ഈ ഡേറ്റ് ആണ് നമ്മുടെ കേരള പഞ്ചായത്ത് രാജ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, അതും ഓർമ്മയിലുണ്ടാവണം. കേരള പഞ്ചായത്ത് രാജ് ഡേ. ഇനി നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ എപ്പോഴാണ്? അത് April 24 ആണെന്നുള്ളതും ഓർത്തിരിക്കുക. April 24 എന്താ പ്രത്യേകത? നമ്മുടെ 73rd അമെൻമെൻറ്റ് നിലവിൽ വന്ന ദിവസമാണ് April 24, 1993. ഓക്കെ, അന്നാണ് നിലവിൽ വന്നത്. അതും ഓർമ്മയിലുണ്ടാവണം, കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, കേരളത്തിൻ്റെ കേസിൽ പഞ്ചായത്ത് രാജ് ഡേ വ്യത്യാസമാണ് February 19. അത് ബൽവന്ത് റായ് മേത്തയുടെ ബർത്ത് ആനിവേഴ്സറിയുടെ ഡേറ്റ് ആണെന്നുള്ളതും ഓർത്തിരിക്കുക. 1957 ഫസ്റ്റ് പഞ്ചായത്ത് രാജ് കമ്മിറ്റിയായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റൻ നമ്പർ 17. Consider the following about Kerala State Election Commission. Okay, constituted under 243K and 243 is a day. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് 73ലും ഇത് മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആർട്ടിക്കിൾ. 74th അമെൻമെൻറ്റിലും വന്നിട്ടുള്ള 2 ആർട്ടിക്കിൾസ് ആണ്. അപ്പോയിൻറ്റഡ് ബൈ ഗവർണർ ആണ്, ശരിയാണ്. കെയിം ഇൻ ടു എസിസ്റ്റൻസ് ഇൻ 3rd December 1993. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന ദിവസമാണ് 3rd December 1993 എന്നുള്ളതും ഓർത്തിരിക്കുക. സോ കറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഓൾ ദ ബോ ആണ്. ഓക്കെ, അതും ഓർത്തിരിക്കുക. ഓക്കെ, നമ്മുടെ കറണ്ട് ഇലക്ഷൻ കമ്മീഷണർ ആരാ? 7th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാ? ഷാജഹാൻ ആണെന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, ഫസ്റ്റ് ആരായിരുന്നു? MSK രാമസ്വാമി എന്നുള്ളതും ഓർത്തിരിക്കുക. അത് ഓർത്തിരിക്കണം. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻറ്റ്സ് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, ഷാജഹാൻ ഇപ്പോഴത്തെ ആൻഡ് ഫസ്റ്റ് MSK രാമസ്വാമി ആണെന്നുള്ളതും ഓർത്തിരിക്കുക. രാമസ്വാമി ഹാൻഡ് റൈറ്റിംഗ് നോക്കണ്ട. ഓക്കെ, ഇതിൽ എഴുതുന്നതുകൊണ്ട് പ്രശ്നമാണ്. ഓക്കെ, സോ ഇനി ഒരു പേരും കൂടി പഠിക്കണം. ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഓക്കെ, അതായത് നമ്മുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമുക്ക് സ്റ്റേറ്റിന് ഒരു ഓഫീസറുണ്ട്. ചീഫ് ഇലക്ഷൻ ഓഫീസർ, ഇലക്ടറൽ ഓഫീസർ എന്ന് പറയും. അത് U രത്തൻ കേൽക്കർ IAS ആണ്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കേൽക്കർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റൻ നമ്പർ 18. Which of the following committees are constituted by the Constituent Assembly to report on various subcommittees aspect of the Constitution? സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്ച്വലി നമ്മുടെ കമ്മിറ്റീസിനെ കുറിച്ച് നോളജാണ്. അപ്പം 8 മേജർ കമ്മിറ്റീസിൽ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വരുന്നത് ഇൻഡയറക്ട്ലി. ഓക്കെ, അവർ കുറച്ച് എലാബറേറ്റ് ആയി ചോദ്യം ചോദിച്ചെന്നുള്ളൂ. അപ്പം ഇതിൽ എല്ലാം എന്താ പറയുക, ഈ 4 എണ്ണം 8 മേജർ കമ്മിറ്റീസ്, നമുക്ക് 8 മേജർ കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. ഈ 4 എണ്ണം എന്താ പറയുക അതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി വന്നിട്ടുണ്ട്. ഏതാ ഹെഡ് ചെയ്ത ആരായിരുന്നു? നെഹ്റു ആയിരുന്നു ഹെഡ് ചെയ്തത്. ഓക്കെ, അത് ഓർത്തിരിക്കാം. ദെൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എല്ലാവർക്കും അറിയാം, അംബേദ്കറാണ് ഹെഡ് ചെയ്തത്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഹെഡ് ചെയ്ത ആരാ? പട്ടേലാണ്. ഓക്കെ, പിന്നെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ട്. അതാരാ ഹെഡ് ചെയ്തത്? അതിപ്പോഴും തെറ്റും. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അത് നെഹ്റു ആണ് കേട്ടോ, അംബേദ്കർ അല്ല. പലപ്പോഴും തെറ്റാറുണ്ട്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ നെഹ്റു ആണ് ഹെഡ് ചെയ്തത്. കമ്മിറ്റി ഓൺ നെഗോഷിയേഷൻ വിത്ത് സ്റ്റേറ്റ്സ് പട്ടേലാണ് നമ്മുടെ ഇൻറ്റിഗ്രേഷൻ ഓഫ് സ്റ്റേറ്റിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരാളെന്ന രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാം. പിന്നെ നമുക്കുള്ള കമ്മിറ്റീസ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അത് ഹെഡ് ചെയ്തിട്ടുള്ളത്. അതും ജസ്റ്റ് ഓർത്തിരിക്കാം. രാജേന്ദ്ര പ്രസാദ്, സോറി. ദെൻ പിന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി പറഞ്ഞു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പറഞ്ഞു. ഇനി റൂൾസ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് ചെയ്യുന്നതും ഹെഡ് ചെയ്തതും നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. ദെൻ നമുക്കുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റി ആൻഡ് ട്രൈബൽ കമ്മിറ്റി ഉണ്ട്. അത് ഹെഡ് ചെയ്തത് പട്ടേലാണെന്നും ജസ്റ്റ് ഓർത്തിരിക്കുക. അങ്ങനെ 8 എണ്ണമാണ് നമുക്ക് മേജർ കമ്മിറ്റീസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാം വരും. ഓൾ ദി അബോവ് ആണ് ഉത്തരം വരുന്നത് 18. ഓക്കെ, അപ്പോൾ ഈ 8 കമ്മിറ്റിയും പഠിച്ചിരിക്കുക. മേജർ കമ്മിറ്റീസ് ആണ്. അതിൻ്റെ ഹെഡും ആരാന്നുള്ളതും എന്തായാലും റിവൈസ് ചെയ്ത് പോവുക. ചോദ്യം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ അബൌട്ട് കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഓക്കെ, നമ്മൾ എന്താ പറയുക, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടോപ്പിക് ഉണ്ട്, 10 മാർക്കിൻ്റെ ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ ഓട്ടോണമസ് ബോഡി. ശരിയാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലേ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ അണ്ടറിലൊക്കെ വന്നതാണ്, അപ്പം സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെന്നുള്ളതും ഓർത്തിരിക്കുക. ഗവർണർ ഇസ് ദ ചെയർമാൻ, തെറ്റല്ലേ, സി എം ആണ് ചെയർമാനായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ചീഫ് മിനിസ്റ്റർ ഇസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അല്ല, ചീഫ് മിനിസ്റ്റർ അല്ല, ചീഫ് സെക്രട്ടറി ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഫോർവേഡ്സ് എ സേഫർ സ്റ്റേറ്റ് ഈസ് ദ മോട്ടോ, അത് ശരിയാണ്. ഓക്കെ, 1 and 4 ആണ് ഇവിടെ ഉത്തരം വരും, എ. ഓക്കെ, സോ സുരക്ഷായനം എന്ന് പറയുന്നതാണ് മലയാളത്തിൽ ഫോർവേഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നാണ് മോട്ടോ എന്നുള്ളതും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഇത് ഏത് സെഷൻ്റെ അണ്ടറിലാണ് വരുന്നത്? നമ്മുടെ എന്താ പറയുക, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ട്, 11 ചാപ്റ്റേഴ്സും 79 സെക്ഷനുമാണ്. അതിൽ സെക്ഷൻ 14ലാണ് SDMAയുടെ ഫോർമേഷൻ വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. സെക്ഷൻ 3ലാണ് നമ്മുടെ നാഷണൽ NDMAയുടെ ഫോർമേഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. സെക്ഷൻ 25ലാണ് നമ്മുടെ DDMAയുടെ ഫോർമേഷനും ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഫോർമേഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ആക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് പോകാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ജുവനൈൽ അണ്ടർ പ്രൊവിഷൻ ഓഫ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്? ഓക്കെ, ജുവനൈൽ എന്താണെന്ന് പറഞ്ഞിട്ടുള്ള എന്താ, 18 years ആണ്, ചൈൽഡ് ബിലോ ഏജ് ഓഫ് 18 years ആണ് ഉത്തരം വരുന്നത്, ബാക്കിയുള്ളതല്ല എന്നുള്ള ഓർത്തിരിക്കുക. ഇപ്പം പോക്സോയുടെ കേസിലാകുമ്പോൾ എത്രയാണ്, അതും 18 ആണ്, ചൈൽഡ് ബിലോ. ഓക്കെ, 18 years ആണെന്നുള്ളതും അത് ഓർത്തിരിക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക. 21 MG നരേഗ ലോഞ്ച്ഡ് ഇൻ, കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, MG നരേഗനെ കുറിച്ചാണ്. ഓക്കെ, ലോഞ്ച്ഡ് ഇൻ 2005, ശരിയാണ്. എന്നാൽ നിലവിൽ വന്നത് February 2, 2006 നിലവിൽ വന്നത്, അതും ഓർത്തിരിക്കുക. ഓക്കെ, ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് MG നരേഗ സ്കീം ഈസ് ടു ഗ്യാരണ്ടി 100 days ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതല്ലേ, ശരിയാണ്, 100 days ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. വേജസ് ഓഫ് MG നരേഗ മസ്റ്റ് ബി പെയ്ഡ് അക്കോർഡിംഗ് ടു ദ സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജസ് സ്പെസിഫൈഡ് ഫോർ ദ അഗ്രികൾച്ചർ ലേബേഴ്സ് ഇൻ സ്റ്റേറ്റ് അണ്ടർ മിനിമം വേജസ് ആക്ട് 1948. മിനിമം വേജസ് ആക്ട് 1948 വർഷമൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, വേണമെങ്കിൽ ആക്ടൊക്കെ സ്പെസിഫൈ ചെയ്ത് വർഷമൊക്കെ ചോദിക്കാം. ഓക്കെ, സോ ഇതിൽ എന്താ പറയുക, മിനിമം വേജ് ആക്ടിൻ്റെ അണ്ടറിൽ നമ്മുടെ അഗ്രികൾച്ചർ ലേബറിൻ്റെ ആക്ട് അതിനോട് അനുബന്ധിച്ചായിരിക്കണം സ്റ്റേറ്റിൻ്റെ എന്താ പറയുക വേജും കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യേണ്ടതെന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആക്റ്റിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ദെൻ നമ്മുടെ എന്താ പറയുക, കേരള സ്റ്റേറ്റിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് MG നരേഗ വേജ് എന്താണെന്നുള്ളതും ഓർത്തിരിക്കണം. അത് 369, ഇപ്പം റീസെൻ്റ്ലി കൂട്ടിയതാണ്, അത് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതലുള്ളത് ഹരിയാനയ്ക്കാണ്, അതും ഓർത്തിരിക്കുക. 374 ആണെന്നുള്ളതും ഓർത്തിരിക്കുക. നമ്മുടെ 369 ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. സോ ഈ ആക്ട് 2005 വരുമ്പം നരേഗ, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് മാത്രമാണ് അതിൻ്റെ പേരുണ്ടായിരുന്നത്. MG നരേഗ എന്നതിലേക്ക് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ റീനെയിം ചെയ്തത് October 2, 2009 ഓർത്തിരിക്കുക, അതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി 22, വാട്ട് ഇസ് ദ ടൈം ലൈൻ ടു ഗെറ്റ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് എ പേഴ്സൺ അണ്ടർ RTI ആക്ട്? ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 48 hours, നമ്മളിപ്പോഴും PSC ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, അതും ഓർത്തിരിക്കുക. 22 48 hours ആണ്. ഓക്കെ, നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നെന്നാ എനാക്ട് ചെയ്ത് June 15, 2005, നിലവിൽ വന്നെന്നാ October 12, 2005 ഓർത്തിരിക്കുക, അതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ഓക്കെ, റൈറ്റ് ടു ഫ്രീഡം ആക്ട്, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ഉണ്ട് 2002, അതിൻ്റെ എന്താ പറയുക, അത് റിമൂവ് ചെയ്തിട്ടാണ് പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റൊക്കെ പിന്നെ നമ്മൾ വന്നിട്ടുള്ളത്. ദെൻ കിസാൻ മഖ്ദൂർ കിസാൻ ശക്തി സങ്കേതൻ 1990s രാജസ്ഥാനിലുണ്ടായിരുന്ന എന്താ പറയുക ഒരു സംഘടനയാണ്, അതൊക്കെയാണ് ഇതിൻ്റെ ഫോർമേഷനായിട്ട് കൂടുതൽ നിന്നിട്ടുള്ളതെന്നും ഓർത്തിരിക്കുക. അരുണ റോയ് അറിയാം, നമുക്കെല്ലാവരും അറിയുന്ന ആളാണ്, അരുണ റോയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇവരാണ് അതിൻ്റെ സംഘടനയുടെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. 23, ഡാഷ് റിട്ട് ഈസ് എ ജുഡീഷ്യൽ റെമഡി ഇൻ ഫോം ആൻ ഓർഡർ ടു എനി പബ്ലിക് അതോറിറ്റി ടു പെർഫോം എ ഡ്യൂട്ടി. ഒരു പബ്ലിക് അതോറിറ്റി ഒരു എന്താ പറയുക ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിട്ട് ഏതാണെന്ന് ചോദ്യം. ഓക്കെ, ഏതാ? മാൻഡമസ് ആണ് അല്ലേ, വി കമാൻഡ്. ഓക്കെ, സോ മാൻഡമസ് ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, പ്രൊഹിബിഷനും സെർഷോറിയറൊക്കെ ജുഡീഷ്യൽ ആസ്പെക്ട്സിൽ പറയുന്നതാണ്. ക്യോ വാറണ്ടോ എന്താ?
ബൈ വാട്ട് അതോറിറ്റി എന്ന് പറയുന്നതാണ്, ബൈ വാട്ട് അതോറിറ്റി. ഓക്കെ, ഒരു പബ്ലിക് ഓഫീസിൽ ഒരു ഓഫീസർ ഇരിക്കുമ്പം എന്താ പറയുക, ഇല്ലീഗലായിട്ടാണ് അല്ലെങ്കിൽ കൃത്യമായ ക്വാളിഫിക്കേഷനോ കാര്യമൊന്നും ഇല്ലാതെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കോടതിയിൽ പോകാൻ പറ്റുന്ന റിട്ടാണ് കോ വാറണ്ട് എന്ന് പറയുന്നത്. ഒരു അഗ്രീവ്ഡ് പേഴ്സൺ അല്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏക റിട്ട് എന്ന് പറയുന്ന കോ വാറണ്ടോ ആണെന്നുള്ളതും ഓർത്തിരിക്കുക. ബാക്കിയുള്ള എല്ലാ റിട്ടുകളും അഗ്രീവ്ഡ് പേഴ്സണ് മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റൂ എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ആക്ട്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 24. ഓക്കെ, നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ. ഓക്കെ, ആക്ട് വന്നത് എപ്പോഴാണ്? 1992 ഓക്കെ, MG നേരകായിട്ട് ഞാൻ പറഞ്ഞു 2005 2006 നിലവിൽ വന്നതെന്നുള്ളത് ഓർത്തിരിക്കുക. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി നഫ്സ എപ്പോഴാണ് വന്നത്? 2013 അത് ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്നാ 2009 വന്നിട്ടുള്ളത്. എന്നാണ് നിലവിൽ വന്നത്? എഫക്റ്റിൽ വന്നത് April 1, 2010 ഓർത്തിരിക്കുക. സോ ഇവിടെ ആദ്യം വരുന്നത് 1 ആണ്, പിന്നീട് വരുന്നത് 2, പിന്നെ 4, പിന്നെ 3. ഓക്കെ, 1, 2, 4, 3 ബി ആണ് ഉത്തരം വരിക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഹാവിംഗ് ദ ഫോളോയിങ് റൈറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അറ്റോർണി ജനറൽ ഏതാണ് ആർട്ടിക്കിൾ 76 ആണെന്നല്ലേ, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ റൈറ്റ് ടു ഓഡിയൻസ് ഇൻ ഓൾ കോർട്ട്സ് ഇൻ ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആണ്, ശരിയാണ്. ഓക്കെ, റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ദ പ്രൊസീഡിംഗ് ഓഫ് പാർലമെൻറ്റ് ഇതും ശരിയാണ്. ഓക്കെ, അറ്റോർണി ജനറൽ പെർഫോംസ് ദ ലീഗൽ ഡ്യൂട്ടീസ് അസൈൻ ടു ബൈ ദ പ്രസിഡന്റ്. ഓക്കെ, പ്രസിഡന്റ് എന്തെങ്കിലും ലീഗൽ ഡ്യൂട്ടീസ് കാര്യങ്ങളും. അറ്റോർണി ജനറൽ എന്താ ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആണ് നമ്മുടെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ ലെവലിൽ, യൂണിയൻ ലെവലിൽ പറയുമ്പോൾ അറ്റോർണി ജനറലും താഴെ എന്താ പറയുക അഡ്വക്കേറ്റ് ജനറലുമാണ്. ഓക്കെ, അപ്പോൾ അറ്റോർണി ജനറൽ പെർഫോം ദി ലീഗൽ ഡ്യൂട്ടീസ് അസൈൻ ബൈ ദ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശരിയാണ്. ഈവൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ദ അറ്റോർണി ജനറൽ ഹാവ് നോ റൈറ്റ് ടു വോട്ട് ഇൻ പാർലമെൻറ്റ് അതും ശരിയാണ്. ഓക്കെ, പാർലമെൻറ്റിൻ്റെ പ്രൊസീഡിങ്ങിലും കാര്യങ്ങളൊക്കെ പങ്കെടുക്കാൻ പറ്റും, ഈവൻ സംസാരിക്കാനൊക്കെ പറ്റും ഗവൺമെൻറ്റിൻ്റെ ബിഹാഫിൽ. ഓക്കെ, പക്ഷേ വോട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, ബിക്കോസ് ഹി ഈസ് നോട്ട് എ മെമ്പർ. പക്ഷേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഓർത്തിരിക്കാം. ഇപ്പോൾ 26 എന്ന് പറയുന്നത് സി, ഓൾ ദി അബോവ് ആണ്, ഓർത്തിരിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 27. The right to information act came into existence after Supreme Court said right to know is a fundamental right. In which case Supreme Court took this stand? Okay, രാജ് നാരായണൻ കേസിൽ 1976 അത് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 19 അണ്ടറിലാണ് റൈറ്റ് ടു നോ എന്ന് പറയുന്ന റൈറ്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പീപ്പിൾസ് യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടി 2004 ആർട്ടിക്കിൾ 19 and 21 അണ്ടറിൽ റൈറ്റ് ടു നോ എന്ന് പറയുന്നത് വരുമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആയിട്ട് 2005 നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതും ഓർത്തിരിക്കാം. മേനക ഗാന്ധി കേസ് 1978 എന്താ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിനെ കുറിച്ചാണ് പറയുന്നത്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ നമുക്ക് രണ്ട് കൺസെപ്റ്റ് ഉണ്ട്, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ ആൻഡ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഓക്കെ, അതിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ ആർട്ടിക്കിൾ 21 അണ്ടറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് മാത്രമേ പലരും പഠിക്കാറുള്ളൂ. ബട്ട് നോ വൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ. ഇതാണ് എന്താ പറയുക ആർട്ടിക്കിൾ 21 കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്നുള്ളത് ആർട്ടിക്കിൾ 21 അണ്ടറിലുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ മെൻഷനിങ് ഉണ്ട്. ജപ്പാൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളത് എടുത്തിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക. ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടില്ല. അതായത് ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഫെയർ ആയിട്ടാണോ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്ന് പറയുമ്പം ഒരു നിയമം കൃത്യമായിട്ട് അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ, പ്രൊസീജിയർ അനുസരിച്ചാണ് ഒരാളുടെ ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഹനിക്കുന്ന അല്ലെങ്കിൽ ഹനിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കോടതി ചെക്ക് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഇത് ഒരു കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡ്യൂ പ്രോസസ് ഓഫ് ലോ നമ്മൾ മുന്നേ നോക്കാറുണ്ടായിരുന്നില്ല, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ മാത്രമേ നോക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലെജിസ്ലേറ്റീവ് അതോറിറ്റി അവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പം പല കേസസിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു, പല നിയമങ്ങളും അതോറിറ്റേറിയൻ ആവാൻ തുടങ്ങി. അങ്ങനെയാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഇത് ഒരു അമേരിക്കൻ കൺസെപ്റ്റാണ്. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇപ്പോഴും എന്താ പറയുക എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടൊന്നുമില്ല, കോടതി അത് 21 അണ്ടറിൽ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അത് വന്ന കേസാണ് മേനക ഗാന്ധി കേസ് എന്നുള്ളതും ഓർത്തിരിക്കുക. സോ ഇവിടെ ഉത്തരം വരുന്നത് C 1 and 3 ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. സോ ഈ രണ്ട് കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ ജപ്പാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ബോറോ ചെയ്തിട്ടുള്ളതെന്നും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 28. ദ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രൊഹിബിഷൻ ആക്ട് 2003. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇവോൾവ് ഫ്രം. ഓക്കെ, ഏത് കേസിൽ നിന്നാണ് വന്നിട്ടുള്ളത്? നമ്മൾ നേരത്തെ പഠിച്ചല്ലേ,
വിശാഖ ജഡ്ജ്മെൻറ്റിൽ വന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഓഫ് ജസ്റ്റ് ഹ്യൂമൻ കണ്ടീഷൻ ഓഫ് വർക്ക് ഇതെന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ്ലി എന്താ പറയുക, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ്ലി ആണെങ്കിൽ കൂടി എന്താ പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം സെക്ഷൽ ഹറാസ്മെൻ്റ് അല്ല, ഹ്യൂമൻ കണ്ടീഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പി സിയുടെ ആൻസറിൽ ഇത് തെറ്റാണ്. നമുക്ക് വേണമെങ്കിൽ അത് ബ്രോഡർ കൺസെപ്റ്റിൽ അങ്ങനെ പറയാമെങ്കിലും പി സിയുടെ ആൻസറിൽ അത് തെറ്റാണ്. ഓക്കെ, ദ സ്റ്റേറ്റ് ടു മേക്ക് എനി സ്പെഷ്യൽ പ്രൊവിഷൻ ഇൻ ഫേവർ ഓഫ് വുമൻ. ഓക്കെ, ആർട്ടിക്കിൾ 15(3) നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ഡിസ്ക്രിമിനേഷൻ ആർട്ടിക്കിൾ 3 ക്ലോസ് 3 വുമൻസിന് ചിൽഡ്രൻസിന് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുമെന്ന്, സ്റ്റേറ്റിന് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻസിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. മറ്റേത് ഇത് ബ്രോഡർ ടേമിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കണക്കാക്കാനൊക്കെ പറ്റും, പക്ഷേ അല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, പി സിയുടെ ആൻസറിലല്ല. ഓക്കെ, സോ ഉത്തരം സി ആണ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 29. അക്കോർഡിംഗ് ടു ദ ആർട്ടിക്കിൾ 45 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഞാൻ എടുത്തത് ആർട്ടിക്കിൾ 45 പിന്നെ 1-2 ഫാക്ട്സ് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ തന്നിരിക്കുന്ന തെറ്റുണ്ട്, അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തത്. ഓക്കെ, ആർട്ടിക്കിൾ 45 നമ്മുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണ്. ഓക്കെ, ഇതെന്താ പറയുന്നത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ടു അഡൽട്ട്സ്, ഇത് തെറ്റാണ്. ഓക്കെ, ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഇത് പറയുന്നത് ആർട്ടിക്കിൾ 21A ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇനി പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ടു ദ ചിൽഡ്രൻ ബിലോ ഏജ് ഓഫ് 14. ഓക്കെ, ഇത് അങ്ങനെയല്ല, നമുക്ക് ഏർലി ചൈൽഡ്ഹുഡാണ് ആർട്ടിക്കിൾ 45 പറയുന്നത്. ഏർലി ചൈൽഡ്ഹുഡാണ് പറയുന്നത്. ചൈൽഡ്ഹുഡ് ബിലോ 6 years ആണ് പറയുന്നത് കേട്ടോ. ആ ഏജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അത് ഒരു അമെൻമെൻറ്റിൽ വന്നാണ്, അത് ഞാൻ പറയാം. ഹു ഈസ് ദ പാരൻ്റ് ഓർ ഗാർഡിയൻ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ടു ഹിസ് ചൈൽഡ്. ഓക്കെ, നമ്മൾ 86 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എഡ്യൂക്കേഷൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ 3 പാർട്സിൽ അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമ്മൾ ആർട്ടിക്കിൾ 21 ആഡ് ചെയ്തു, 21A ആഡ് ചെയ്തു. ഓക്കെ, പിന്നെ DPSPയിൽ എന്താ പറയുക 45-ൽ ഓക്കെ, ആർട്ടിക്കിൾ 45-ൽ സബ്ജക്റ്റ് മാറ്റർ മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, അവിടെ ഇതെന്ന് വെച്ചാൽ നമ്മൾ 6 to 14 എന്ന് പറഞ്ഞ ഇത് ആദ്യം ഉണ്ടായിരുന്നു നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത സമയത്ത്. അങ്ങനെ ആ ഒരു ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് എന്താ പറയുക എഡ്യൂക്കേഷൻ ഇത് കൊടുക്കണം എന്നായിരുന്നു DPSPയിലുള്ളത്. പക്ഷേ ഇവിടെ 86 അമെൻമെൻറ്റിൽ 21-ൽ കൃത്യമായിട്ട് നമ്മളത് പറയുന്നുണ്ട്. 21A-ൽ നമ്മൾ സെപ്പറേറ്റ് റൈറ്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് ഇവിടെ പിന്നെ സബ്ജക്റ്റ് മാറ്റർ മാറ്റി ബിലോ 6 years എന്നാണ് മാറ്റിയിട്ടുള്ളത്. അവർക്ക് കൃത്യമായിട്ട് എന്താ പറയുക ഏർലി ചൈൽഡ്ഹുഡ് കെയർ ഒക്കെ കൊടുക്കണം എന്നാണ് DPSPയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ നമ്മളൊരു ഇതും കൂടി ക്ലോസും കൂടി ആഡ് ചെയ്തു. 51A ക്ലോസ് Kയിൽ നമ്മളെന്താ റൈറ്റ് ടു ഇത് ഈ പറയുന്ന 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പാരൻറ്റ് ഓർ ഗാർഡിയൻ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ചിൽഡ്രൻസ്, അതിൽ പറയുന്ന ഏജ് ലിമിറ്റ് 6 to 14 years. അതായത് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് പാരൻസിൻ്റെയും ഗാർഡിയൻസിൻ്റെയും കടമയായിട്ട് മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഈ 3 കാര്യങ്ങളും 3 പാർട്സിലും അമെൻമെൻറ്റ് വന്ന് എന്തൊക്കെയാണ് അവിടെ വന്നെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഫണ്ടമെൻ്റൽ റൈറ്റിൽ 86 അമെൻമെൻറ്റിൽ ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്തു. DPSPയിൽ സബ്ജക്റ്റ് മാറ്റർ മാറ്റുകയാണ് ചെയ്തത് 45-ൻ്റെ അണ്ടറിൽ. പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ എന്ന് പറയുമ്പം ഒരു ക്ലോസ് ആഡ് ചെയ്തു 51Kയിൽ ആഡ് ചെയ്തു. അങ്ങനെ 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് അത് മാറ്റി. ഇപ്പം നമുക്ക് ടോട്ടൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണുള്ളത്. ആദ്യം 10 ആയിരുന്നു നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത സമയത്ത്, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇവിടെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്, അതും ഓർത്തിരിക്കുക. സോ ആൻസർ ഇല്ല, ഞാൻ ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തുന്നുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30. ഫാസ്റ്റ് ട്രാക്ക് കോർട്സ് ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ് ഓൺ ദ ബേസിസ് ഓഫ് എന്താ 11th ഫൈനാൻസ് കമ്മീഷനാണ്, അത് ഓർത്തിരിക്കണം. ഓക്കെ, നമ്മുടെ 11th ഫൈനാൻസ് കമ്മീഷൻ AM ഖുസ്രു ആണ് അത് ഹെഡ് ചെയ്തത്, അതും ഓർത്തിരിക്കുക. AM. ഓക്കെ, സോ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ല. ഓക്കെ, റെക്കമെൻഡേഷൻ ഓഫ് കോളേജിയം ഓഫ് സുപ്രീം കോടതി. ഇവരെന്താ റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നുള്ള ഓർത്തിരിക്കുക. ഇവരല്ല ഫാസ്റ്റ് ട്രാക്ക് കോർട്സിൻ്റെ റെക്കമെൻഡേഷൻ പറയുന്നത് 11th ഫൈനാൻസ് കമ്മീഷനാണ്, അതും ഓർത്തിരിക്കണം. ഇത് നമ്മുടെ ജുഡീഷ്യൽ പെൻഡൻസിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ആ സമയത്ത് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താ പറയുക 2005 സമയത്തൊക്കെ ഉള്ള കമ്മീഷനാണ്. ഓക്കെ, 11th ഫൈനാൻസ് കമ്മീഷൻ എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഏതാ 16th ഫൈനാൻസ് കമ്മീഷനാണ്. ആരാ ചെയർമാനായിട്ട് വരുന്നത്, അരവിന്ദ് പനഗരിയാണ്, അതും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അരവിന്ദ് പനഗരിയ നമ്മുടെ എന്താ നീതി ആയോഗിൻ്റെ ഫസ്റ്റ് എന്താ പറയുക വൈസ് ചെയർമാനൊക്കെ ആയിട്ടുള്ള ഉണ്ടായിരുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ നീതി ആയോഗ് ചെയർമാൻ ആരാ, അല്ലെങ്കിൽ ചെയർമാൻ ഓക്കെ PM ആണ്, വൈസ് ചെയർമാൻ ആരാ സുമൻ ബെറി ആണെന്നുള്ളത് ഓർത്തിരിക്കുക നീതി ആയോഗിൻ്റെ, അതും കണക്റ്റഡ് ഫാക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, CEO ആരാണ്, CEO BY സുബ്രഹ്മണ്യം ആണെന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് കണക്റ്റഡ് ഫാക്റ്റാണ്, ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ,
സോ ഫസ്റ്റ് ട്രാക്ക് കോഡ്സ് ആ സമയത്ത് 11th ഫൈനാൻസ് കമ്മീഷൻ്റെ ഇതിലാണ് വന്നിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക. ഇപ്പം എന്താ പറയുക, ഒരുപാട് ഇത് എന്തിനു വേണ്ടിയിട്ടാണോ കൊണ്ടുവന്നിട്ടുള്ള പെൻഡൻസി ഒന്നും കുറയ്ക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇത് എഫിഷ്യൻ്റായിട്ട് പല സ്റ്റേറ്റ്സിലും നടത്താനും പറ്റിയിട്ടില്ല എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇവിടെ ഉത്തരം വരുന്നത് A 1 ഉള്ളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. In Constituent Assembly debates, I hold that these village republic have been a ruination of India. ആരാണ് ഈ കമൻറ്റ് പറഞ്ഞതെന്നാണ് ചോദ്യം. ഓക്കെ, ഉത്തരം ബി ആർ അംബേദ്കർ ആണ്. ഓക്കെ, സി. അതായത് നമ്മുടെ അംബേദ്കറൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, വില്ലേജ് സിസ്റ്റത്തിന് എതിരായിരുന്നു. വില്ലേജ് സിസ്റ്റം നമ്മുടെ ഗാന്ധിജിയുടെ ഇതായിരുന്നു. സ്വരാജ് ആശയത്തിൻ്റെ ബേസിസിലാണ് വില്ലേജ്. ആർട്ടിക്കിൾ 40യുടെ അണ്ടറിലാണ് അത് കൊടുത്തിട്ടുള്ളത്. DPSPയിൽ ഓർഗനൈസേഷൻ വില്ലേജ് പഞ്ചായത്തൊക്കെ. ഇപ്പം അംബേദ്കർ ഇതിനെതിരായിരുന്നു. വിച്ച് മീൻസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വില്ലേജ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഒരു കാസ്റ്റിൻ്റെയൊക്കെ പ്രൊമോഷന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് കൃത്യമായിട്ട് ഒരു സ്ട്രോങ് സെൻറ്ററും അതുപോലെ കൃത്യമായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെയാണ് വേണ്ടത്. അത് ഇംപ്ലിമെൻ്റ് ആയിട്ടുള്ള സ്ട്രോങ് സെൻറ്ററൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇങ്ങനെ നമ്മൾ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്താൽ വീണ്ടും ഇതുപോലുള്ള നാട്ടുകൂട്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പവേഴ്സ് കിട്ടും. മീൻസ് ആ ഒരു ചിന്താഗതിയായിരുന്നു അംബേദ്കറിന് ഉണ്ടായിരുന്നത്. അപ്പം അംബേദ്കർ ഇതിനെതിരായിരുന്നു ഈ എന്താ പറയുക, നമ്മുടെ വില്ലേജ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ആശയത്തിന്. ഓക്കെ, അത് ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കെ മുൻഷി നമ്മുടെ എന്താ പറയുക ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു. സർദാർ കെ എം മണിക്കർ നമ്മുടെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, ഫസൽ അലി കമ്മീഷൻ്റെയൊക്കെ മെമ്പറായിരുന്നു എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, സോ ഉത്തരം വരുന്നത് സി. ദ ലീഗൽ അഡ്വൈസർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആരാണ്? പവർ ഓഫ് അറ്റോർണിയാണ്. അത് ഒരു എന്താ പറയുക ഒട്ടും ലോജിക്കല്ലാത്ത കാര്യമാണ്. അഡ്വക്കേറ്റ് ജനറൽ ആണോ? യെസ്, അഡ്വക്കേറ്റ് ആണ്. അറ്റോർണി ജനറൽ യൂണിയനിലാണെന്നുള്ളതും ഓർത്തിരിക്കുക. സ്റ്റേറ്റിൽ അഡ്വക്കേറ്റ് ജനറൽ ആണ്. സോ ഇവിടെ ഉത്തരം 2 ആണ് വരുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കണം. ദെൻ അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76 ആണെന്നുള്ളതും, അഡ്വക്കേറ്റ് ജനറൽ ആർട്ടിക്കിൾ 165 ആണെന്നുള്ളതും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ഇപ്പോഴത്തെ നമ്മുടെ ആരായിരുന്നു? ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാ? അതും ഓർത്തിരിക്കണം. ആർ വെങ്കട്ടരാമണിയാണ്. രമണി. ദെൻ അഡ്വക്കേറ്റ് ജനറൽ ആരാ? സ്റ്റേറ്റിൻ്റെ, കേരള സ്റ്റേറ്റിൻ്റെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. ഓക്കെ, സോ നമുക്ക് അറ്റോർണി ജനറൽ താഴെ സോളിസിറ്റർ ജനറൽ ഉണ്ട്. അതാരായിരിക്കും? തുഷാർ മേത്തയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതായത് അറ്റോർണി ജനറൽ സബോർഡിനേറ്റ് ആയിട്ട് യൂണിയനിൽ നമുക്ക് സോളിസിറ്റർ ജനറലും കൂടി ഉണ്ട്. അത് തുഷാർ മേത്തയാണ്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ആർട്ടിക്കിൾ 165 അണ്ടറിൽ ഗോപാലകൃഷ്ണ കുറുപ്പും. ഇനി യൂണിയനിലാണെങ്കിൽ ആർട്ടിക്കിൾ 76 അണ്ടറിൽ ആർ വെങ്കട്ടരാമണിയാണെന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, സോ ഉത്തരം ബി ആണ്. അറേഞ്ച് ദ ഫോളോയിങ് കമ്മിറ്റി ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു 1957. ഓക്കെ, LM സിംഗ് 1986 ആണ്. 1986 ആണ്. ഓക്കെ, അശോക് മേത്ത കമ്മിറ്റി 1977 ആണ്. ഓക്കെ, അതും ഓർത്തിരിക്കുക. അപ്പം എങ്ങനെയാണ് 132 വരുന്നത് അല്ലേ? 132. ഓക്കെ, ഡി ആണ് ഉത്തരം വരുന്നത്. ഡി. ഓക്കെ, ക്രോണോളജിക്കൽ ഓർഡർ അല്ല ചോദിച്ചേ, 1, 3 and 2. ഓക്കെ, സോ അത് ഓർത്തിരിക്കാം. കമ്മിറ്റീസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് വേറെ കമ്മിറ്റീസ് ഉണ്ട്. തുങ്കൻ കമ്മിറ്റി 1988 ഉണ്ട്. ഗാഡ്ഗിൽ 1988 തന്നെ വരുന്നുണ്ട്. GVK റാവു ഉണ്ട്. GVK റാവു കമ്മിറ്റി 1985 വരുന്നുണ്ട്. ഗ്രാസ് വിത്തൗട്ട് റൂട്ട്സ് എന്നൊക്കെ പറയുന്ന മീൻസ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ പഞ്ചായത്ത് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഗ്രാസ് വിത്തൗട്ട് റൂട്ട്സ്. ഓക്കെ, വിത്തൗട്ട് റൂട്ട് അതായത് എന്താ പറയുക, പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് പവേഴ്സും കാര്യങ്ങളൊക്കെ ഓവർ ബ്യൂറോക്രാറ്റൈസേഷൻ കാരണം നടക്കുന്നില്ല എന്നുള്ള ഒരു റെക്കമെൻഡ് അല്ലെങ്കിൽ കമൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി 1985. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ബൽവന്ത് റായ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ ബർത്ത് ആനിവേഴ്സറിയാണ് February 19. നമ്മുടെ നാഷണൽ പഞ്ചായത്ത് ഡേ സ്റ്റേറ്റ് പഞ്ചായത്ത് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന നാഷണൽ പഞ്ചായത്ത് ഡേ April 24 ആണെന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, April 24. സോ അടുത്ത ക്വസ്റ്റ്യൻ 34. ഇന്ദിരാഗാന്ധി അപ്പോയിൻറ്റഡ് സർക്കാർ കമ്മീഷൻ, ഹു ഇസ് ദ ചെയർമാൻ? ഓക്കെ, ഇത് ഭയങ്കര ഡീപ്പായിട്ട് ചോദിച്ചത്. നമ്മൾ സർക്കാർ കമ്മീഷനൊക്കെ പൊതുവെ ആ പേര് മാത്രമേ പഠിക്കാറുള്ളൂ. 1983 ആണ്. ഓക്കെ, അപ്പം രഞ്ജിത്ത് സിംഗ് സർക്കാരിയാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. എ ആണ്, ഓൺലി ഇതാണ് വരുന്നത്. ഓക്കെ, ഈ സർക്കാർ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആർട്ടിക്കിൾ 263 അണ്ടറിൽ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ
എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്മൾ സർക്കാർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ പെർമനൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തണം എന്നുള്ളത് റെക്കമെൻഡേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ റെസ്യൂഡി പവേഴ്സ് ആർക്ക് ഇപ്പം പാർലമെൻറ്റാണെന്ന് നമുക്കറിയാം അല്ലേ. അതായത് 3 ലിസ്റ്റിലും ഷെഡ്യൂൾ 7 3 ലിസ്റ്റിലും ഇല്ലാത്ത എന്താ പറയുക കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പം എക്സാമ്പിൾ IT റിലേറ്റഡ് ആണെങ്കിൽ AI റിലേറ്റഡ് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പവേഴ്സ് ആർക്കായിരിക്കും പാർലമെൻറ്റിനാണെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം റെസ്യൂഡി പവേഴ്സ് എന്താ പറയുക ഇത് നമ്മുടെ കമ്മിറ്റി സെക്രട്ടറി കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് എന്താ ഇത് ടാക്സേഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റണം. ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റെസ്യൂഡി പവേഴ്സ് യൂണിയനും ബാക്കിയുള്ളതെല്ലാം കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റണമെന്ന് റെക്കമെൻഡേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക കൺസൾട്ടേഷൻ സ്റ്റേറ്റ് ഷുഡ് ബി കൺസൾട്ടഡ് ബിഫോർ മേക്കിംഗ് ലോസ് ഇൻ കൺകറൻറ്റ് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ CMൻ്റെ ഗവർണറിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ കേസിൽ CMൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം എന്നൊക്കെയുള്ള കേസ് അല്ലെങ്കിൽ അങ്ങനത്തെ റെക്കമെൻഡേഷൻസ് ഒക്കെ സർക്കാർ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പം എന്താ പറയുക ഇത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻറ്റ് കമ്മീഷനാണ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ നമുക്ക് 8 മാർക്ക് ഉണ്ട്. അതിൽ എന്തായാലും ഒബ്വിയസ്ലി ചോദ്യം സർക്കാർ കമ്മീഷനിൽ നിന്നൊക്കെ വരും. പിന്നെ പുഞ്ച് കമ്മീഷൻ ഉണ്ട് 2007, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു പോകണം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2002 പോക്സോ ആക്ട് ആണ്. കെയിം ഫ്രം ദ അസിസ്റ്റൻസ് ഓഫ് എന്താണ് ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്, റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. 21A ഫ്രീഡം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഫ്രീഡം ഓഫ് എഡ്യൂക്കേഷൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ 15 ക്ലോസ് 3 ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോസ് ആയിരുന്നു. വുമൻസിനും ചിൽഡ്രൻസിനും വേണ്ടി സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കാനുള്ള അവകാശം സ്റ്റേറ്റിനുണ്ടെന്ന് പറയുന്ന പ്രൊവിഷനാണ് 15 എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷനെതിരെയുള്ള ആർട്ടിക്കിളാണ്. ഓക്കെ, ആർട്ടിക്കിൾ ക്ലോസ് 3 പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ പ്രൊവിഷൻ വേണമെങ്കിൽ കൊടുക്കാം, അതേ ഡിസ്ക്രിമിനേഷൻ എന്ന രീതിയിൽ കൂട്ടാൻ പറ്റില്ല എന്നൊരു പറയുന്നുണ്ട്. ഓക്കെ, സോ ഉത്തരം വരുന്നത് 3 ആണ്, C only 3. പ്രശ്നം ഓർത്തിരിക്കണം. ഓക്കെ, then 36, in which case Supreme Court reversed a narrow majority its own earlier decision. ഓക്കെ, ഈ എന്താ പറയുക സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ്റെ ഫ്രെയിമിങ് ശരിയല്ല, നമുക്ക് ഒരു വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഇത് ചോദിച്ചിരിക്കുന്നത് എന്താ പവർ ഓഫ് പാർലമെൻറ്റ് ടു അമെൻഡ് ഓൾ പാർട്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏതിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ഇത് കൊടുത്തിട്ടുള്ളത് കേശവാനന്ദ ഭാരതി കേസിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഗോലക്നാഥ് കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത് 1967 എന്താ പറഞ്ഞിട്ടുള്ളത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സാക്രോസെൻ്റ് ആണ്, കനോട്ട് ബി അമെൻഡഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മിനറൽ കേസിൽ എന്താ 1918. ഓക്കെ, ബാലൻസ് ബിറ്റ്വീൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് DPSP ഇസ് ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്നുണ്ട്. ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് DPSPനെ കുറിച്ച് പറയുന്നത് മിനർവ മിൽസ് കേസൊക്കെ. ഓക്കെ, കേശവാനന്ദ ഭാരതി കേസാണ് ഇതിൽ ഉത്തരമായിട്ട് വരേണ്ടത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ ഫ്രെയിമിങ് ശരിയല്ലാതെ കൺഫ്യൂഷൻ ആവും വായിക്കുമ്പം, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, സോ ജസ്റ്റ് കേസ് എല്ലാം ഒന്ന് ഓർത്തിരിക്കുക, അത്രേ ഉള്ളൂ, ഉത്തരം ഞാൻ പറയുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 37. ഓക്കെ, ഹൂ വർ ദ ഫസ്റ്റ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് കേരള. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്, ഇത് ഓപ്ഷൻ മര്യാദയ്ക്കല്ല കൊടുത്തത്, അതുകൊണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ആരാം ശങ്കരനാരായണൻ തമ്പിയാണ് ഫസ്റ്റ് സ്പീക്കറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ആയിഷ ബീവിയാണ് ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. മീൻസ് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർ ആ ഓർഡറിൽ ഇവിടെ ചോദ്യം മീൻസ് ഉത്തരത്തിൽ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തത് എൻ്റെ ഒരു അസംഷൻ. ഓക്കെ, ഫസ്റ്റ് ശങ്കരനാരായണൻ തമ്പി സ്പീക്കർ, പിന്നെ ആയിഷ ബീവിയാണ് ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, 38. Which of the following statements is correct according to Article 326? Okay, it is a basic 38 അല്ലേ. ഓക്കെ, 38. It is the basic principles of universal adult franchisee. ശരിയല്ലേ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന ബേസിക് എല്ലാവർക്കും വോട്ടവകാശം എന്നുള്ള പ്രിൻസിപ്പിൾസിൻ്റെ ബേസിക്സ് വരുന്നത് ആർട്ടിക്കിൾ 326 ഈ വേർഡ് ആർട്ടിക്കിൾ 326 പറയുന്നില്ല, അതിൽ പറയുന്ന വേർഡ് എന്ന് പറയുന്നത് അഡൽട്ട് സഫ്രേജ് ആണെന്നുള്ളതും ഓർത്തിരിക്കുക. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന വേർഡ് എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഓർത്തിരിക്കണം. അങ്ങനെ ഡീപ്പായിട്ട് ചോദിക്കില്ല, പക്ഷേ ഒരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, എലക്ഷൻ ടു ദ ഹൗസ് ഓഫ് പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് അഡൽട്ട് സഫ്രേജ്, യെസ് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എലക്ഷൻ ടു ലെജിസ്ലേറ്റീവ് അസംബ്ലിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതും 326 ആണ്. സോ ഡി ഓൾ ദ എബോവ് ആണ് ചോദ്യം ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 13 വാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹാവ് റീസണബിൾ റെസ്ട്രിക്ഷൻ പെർമിറ്റഡ് ഓൺ ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് സോവറിൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ മെൻഷൻഡ് ഇൻ. ഇത് എവിടെയാണ് പറയുന്നത് എന്നുള്ളതാണ്.
സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യയുടെ ഇതിൽ ബേസിസിൽ റീസണബിൾ റെസ്ട്രിക്ഷൻ ഏത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആർട്ടിക്കിൾ 12 എന്താണ് ആർട്ടിക്കിൾ 12 പറയുന്നത്? ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് അല്ലേ. സോ അതിൻ്റെ അണ്ടറിൽ എന്താ പറയുക, റീസണബിൾ റെസ്ട്രിക്ഷൻ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ അറിയുന്ന ആർട്ടിക്കിൾ വെച്ചാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കാണുമ്പോൾ ചിലപ്പം ഭയങ്കര ഫാക്ച്വലാണെന്നൊക്കെ തോന്നും, പക്ഷേ നോർമലി ലോജിക്കലി തന്നെ നമുക്ക് അറിയുന്ന നോളജ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ആർട്ടിക്കിൾ 13 എന്തായിരുന്നു? ഡെഫിനേഷൻ ഓഫ് ലോ ആണ്. ഓക്കെ, 12 ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റും 13 ഡെഫിനേഷൻ ഓഫ് ലോ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ആർട്ടിക്കിൾ 18 എന്താ? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണെന്നുള്ളത് അറിയാലോ. സോ ഇതിലെന്തായാലും റീസണബിൾ റെസ്ട്രിക്ഷനൊന്നും കാര്യം പറയുന്നില്ല. സോ 19 ക്ലോസ് 2 19 നമ്മുടെ ഫ്രീഡം ഓഫ് റൈറ്റ് ടു ഫ്രീഡം. 6 ഫ്രീഡംസ് പറയുന്നുണ്ട്. അതിൽ ക്ലോസ് 2 പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വേണമെങ്കിൽ ഇന്ത്യയുടെ സോവറിൻ ആൻഡ് ഇൻറ്റഗ്രിറ്റിയുടെ ബേസിസിൽ വേണമെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അത് ഓർത്തിരിക്കുക. സോ 2 ആണ് ഉത്തരം വരുന്നത്. only 2, ബി ആണ് ഉത്തരം. സോ ക്വസ്റ്റ്യൻ 40ലേക്ക് പോവാം. ജഡ്ജ്മെൻറ്റ് ഇൻ എൽ ചന്ദ്രകുമാർ കേസ് 1997. ഓക്കെ, എൽ ചന്ദ്രകുമാർ കേസാണ്. ഓക്കെ, സോ ഇതിൽ ഏതാണോ ഇത് വരുന്നതെന്ന്. ഓക്കെ, റൈറ്റ് കറക്റ്റല്ല ചോദിച്ചാൽ ഒബിയസ്ലി നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. ഓക്കെ, ട്രിബ്യൂണൽസ് ആർ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ബട്ട് ദെയർ ഫങ്ഷൻസ് ആർ സപ്ലിമെൻ്ററി. ഇത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ട്രിബ്യൂണൽ ഡിസിഷൻസ് ആർ സബ്ജക്ട് ടു സ്ക്രൂട്ടിനി ബിഫോർ ദി ഡിവിഷൻ ബെഞ്ച് ഓഫ് ഹൈക്കോർട്ട്സ് പറഞ്ഞിട്ടുണ്ട്. ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് വാലിഡിറ്റി ഓഫ് ആർട്ടിക്കിൾ 323A ആൻഡ് 323B. ഓക്കെ, ട്രിബ്യൂണൽസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 42nd അമെൻമെൻറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് അല്ലേ. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പാർട്ട് 14A ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്രിബ്യൂണൽസ്. അതിൽ തന്നെ 2 ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 323A ആൻഡ് 323B. 323A എന്ന് പറയുന്നത് പാർലമെൻറ്റിന് മാത്രം നിയമം ഉണ്ടാക്കാൻ പറ്റും ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ്. 323Bയിൽ പാർലമെൻറ്റിന് സ്റ്റേറ്റിന് വേണമെങ്കിൽ നിയമം ഉണ്ടാക്കാൻ പറ്റും ഫോർ അതർ പർപ്പസസ് എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. 42nd 1976 ഇത് വന്നിട്ടുള്ളതെന്നും ഓർത്തിരിക്കുക. ഓക്കെ, സോ ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ സർവീസസ് എന്ന് പറയാം ജുഡീഷ്യൽ പെൻഡൻസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ യൂണിയനും സ്റ്റേറ്റുമുള്ള സർവീസിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വരുമ്പോൾ അതും ഒരുപാട് കേസുകളായിട്ട് വരാൻ തുടങ്ങിയിട്ട് വന്നപ്പം സെപ്പറേറ്റ് ആയിട്ട് അതിനൊരു ട്രിബ്യൂണൽ പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കേസസ് പെൻഡൻസിന്ന് ഒഴിവാക്കാനും പറ്റും, വളരെ വേഗത്തിൽ അത് തീർപ്പ് കൽപ്പിക്കാനും പറ്റും എന്ന രീതിയിലാണ് അങ്ങനെ ഒരു ഐഡിയൽ അതിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ട്രിബ്യൂണൽസ് ഫോം ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇത് കൊണ്ടുവന്നിട്ടുള്ളപ്പം പറഞ്ഞിട്ടുള്ള അതിനകത്തൊരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ ആകെ ആർട്ടിക്കിൾ 136 അണ്ടറിൽ മാത്രമേ ബാധകമാകൂ എന്ന രീതിയിലാണ്. 136 എന്ന സ്പെഷ്യൽ ലീവ് പെറ്റീഷനാണ്. അതായത് നമ്മുടെ സുപ്രീം കോർട്ടിന് എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഏതെങ്കിലും ലോവർ കോർട്ട്സിൽ നിന്ന് ഒക്കെ അപ്പീൽ എടുക്കാൻ പറ്റും എന്നുള്ള ആ ഡിസ്ക്രിപ്ഷനാണ്. നമുക്ക് നേരെ അപ്പീലുമായിട്ട് ചെന്നാലൊന്നും എടുക്കില്ല. ഓക്കെ, അപ്പോൾ 136 അണ്ടറിൽ ഈ ഒരു ക്ലോസ് മാത്രമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന സ്കോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അത് ഭയങ്കര എന്താ പറയുക ഒരു അപ്പീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒട്ടും ഇതില്ലാത്ത രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ ബാധകമല്ലാത്ത രീതിയിലേക്ക് പോകുമായിരുന്നു. ട്രിബ്യൂണൽസ് എന്താ പറയുക ഹൈക്കോർട്ടിൻ്റെ ജുഡീഷ്യറിയുടെ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിൻ്റെ പവേഴ്സിനെ ഓവർകം ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുകയാണ് ചെയ്തത് എൽ ചന്ദ്രകുമാർ കേസിൽ. അപ്പം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ട്രിബ്യൂണൽസ് ആർ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. ശരിയല്ലേ? കാരണം നമുക്ക് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്ന ബേസിക് സ്ട്രക്ചറാണ്. ഓക്കെ, അതുണ്ട്. സോ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്താ പറയുക ട്രിബ്യൂണൽസ് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന രീതിയിൽ മാറ്റാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ അപ്പീൽ എന്ന് പറയുന്നത് ഹൈക്കോടതിന് മുമ്പിലേക്ക് കോടതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കോടതി അത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ദെൻ അതിനുശേഷം അതിൻ്റെ മുകളിലേക്കാണ് സുപ്രീം കോർട്ട് വരുന്നത്. പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ വാലിഡിറ്റി, അതെന്താ ട്രിബ്യൂണൽസിൻ്റെ വാലിഡിറ്റി എന്തായാലും അവർ അപ്ഹോൾഡ് ചെയ്തു. പക്ഷേ അത് സപ്ലിമെൻ്റ് ആയിട്ട് സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും സപ്ലിമെൻ്റ് ആയിട്ട് മാറില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിൽ തന്നെ 32ഉം 226 പവേഴ്സ് ഇത് രണ്ടും ഇവരുടെ എന്ന് പറയുന്ന ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ്റെ പാർട്ടാണെന്നുള്ളതും പറയുന്നുണ്ട്. സോ ഇത് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഡി ആണ്, ഓൾ ദി അബോവ് ആണ് കറക്റ്റ്. ഇനി 41. ഓക്കെ, എ prerogative writs of a superior court to call for record of an inferior court or a body acting in judicial or quasi-judicial capacity. സോ ഇതിൽ ഏതാണ് ജുഡീഷ്യൽ ആസ്പെക്ട്സിലുള്ള എന്താ പറയുക റിട്ട് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, റിട്ടുകൾ നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ള പ്രെറോഗേറ്റീവ് റിട്ട്സ് എന്ന് പറയുന്ന UK പ്രൊവിഷനിൽ നിന്നാണ് നമ്മൾ റിട്ട് എന്ന് പറയുന്ന സംഭവം എടുത്തിട്ടുള്ളത്. അത് ഓർത്തിരിക്കുക. 5 റിട്ടുകൾ ഉണ്ടെന്നുള്ളതും നമുക്കറിയാം. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഹേബിയസ് കോർപ്പസ് എന്താ? ടു പ്രസൻറ്റ് ദ ബോഡി അല്ലേ, ടു പ്രസൻറ്റ് ദ ബോഡി. ഇതൊരിക്കലും ജുഡീഷ്യൽ ആസ്പെക്റ്റ് ഉള്ള സംഭവമല്ല. മാൻഡമസ്, ഓക്കെ, മാൻഡമസ് എന്ന വി കമാൻഡ് ആണ്. കോ വാറണ്ടോ ബൈ വാട്ട് അതോറിറ്റി? ഇതാണ് ചോദ്യം. അതോറിറ്റി. ഓക്കെ, ഇതിൽ പറയുന്നത് സെർഷ്യോറിയും ആൻഡ് പ്രൊഹിബിഷനുമാണ് എന്താ പറയുക ഈ ജുഡീഷ്യൽ ആസ്പെക്റ്റിൽ പറയുന്നത്. അതായത് ലോവർ കോർട്ട്സ് എന്തെങ്കിലും എന്താ പറയുക എറർ ഓഫ് ലോ ഒക്കെ കാണിച്ചാൽ സെർഷ്യോറി വഴി ആ റിട്ട് വഴി അത് ഹയർ കോർട്ട്സിന് വേണമെങ്കിൽ സ്ക്വാഷ് ചെയ്യാൻ പറ്റും ആ ഓർഡറൊക്കെ. അതിന് വേണ്ടിയിട്ടുള്ള റിട്ടാണ് സെർഷ്യോറി എന്ന് പറയുന്നത്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് ജുഡീഷ്യറിക്ക് മാത്രമല്ല, ഏതെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഫണ്ടമെൻ്റൽ റൈറ്റും വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഓർഡറോ കാര്യങ്ങളൊക്കെ പാസ് ചെയ്താൽ അതും എന്താ പറയുക സ്ക്വാഷ് ചെയ്യാനുള്ള പെർമിഷൻ അല്ലെങ്കിൽ റിവ്യൂ ചെയ്ത് സ്ക്വാഷ് ചെയ്യാനുള്ള വോയിഡ് ചെയ്യാനുള്ള പെർമിഷൻ എന്തായാലും കോടതിക്ക് ഉണ്ടെന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് സെർഷ്യോറിൻ്റെ അണ്ടറിലാണ്. പ്രൊഹിബിഷൻ്റെ അണ്ടറിൽ ലോവർ കോർട്ട്സിൻ്റെ മീൻസ് അധികാരത്തിലുള്ള എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ എന്താ പറയുക ജൂറിസ്ഡിക്ഷൻ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഹയർ കോർട്ടിന് വേണമെങ്കിൽ അത് തിരിച്ചു വിളിക്കാനൊക്കെ പറ്റുന്ന പ്രൊവിഷനാണ് പ്രൊഹിബിഷൻ. അത് അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ട്സ് മീൻസ് ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും കൊടുത്തിട്ടില്ല. സെർഷ്യോറി മാത്രമാണ് ബോത്ത് ജുഡീഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസിനുള്ള റിട്ടുകളിൽ നിന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇതിൽ ഉത്തരം വരുന്നത് 3, സി ഓൺലി 3 ആണ്. സോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. 42. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ആർട്ടിക്കിൾ 315 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദർ ഷാൽ എന്താ 315 നമ്മളെപ്പോഴും പഠിക്കുന്നില്ല, UPSC ആൻഡ് PSC കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതാണ്. ദർ ഷാൽ ബി യൂണിയൻ പബ്ലിക് സർവീസ് ഫോർ ദ യൂണിയൻ. ഓക്കെ, ശരിയാണ്. 2 or more states may agree that there shall be one public service commission for that group of states. ഇതും ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ അതിൻ്റെ പ്രൊവിഷൻ പറയുന്നുണ്ട് 315. എ മെമ്പർ ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഷാൽ ഹോൾഡ് ഓഫീസ് ഫോർ 6-year term. ഇതും ശരിയാണ്, അതും ഓർത്തിരിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 315 നമ്മൾ UPSC, PSC ആൻഡ് JPSC കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ദെൻ എന്താ പറയുക ഇവിടെ 6 years പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ടെന്യൂർ എന്ന് 6 years. ഇപ്പോൾ യൂണിയൻ ആണെങ്കിൽ അത് 65 ആണ്, സ്റ്റേറ്റിലാണെങ്കിൽ അത് 62 ആണെന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, ഇതേ ഏജ് പ്രൊവിഷൻ പറയുന്ന ഇപ്പം നമ്മൾ എന്താ പറയുക യൂണിയൻ്റെ കേസിൽ നമ്മൾ 3 കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അങ്ങനെ പഠിച്ചു. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതുപോലെ എന്താ പറയുക ക്യാഗിനെ പഠിച്ചു. പിന്നെന്താ UPSC ആണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ടെന്യൂർ പറയുന്നത് 65 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. 6 years. ഓക്കെ, ദെൻ സ്റ്റേറ്റിൻ്റെ കേസിൽ വരുമ്പോൾ അത് 62 ആയിട്ട് മാറും. ഈവൻ ഹൈക്കോടതി ജഡ്ജസിൻ്റെ ഏജ് പറയുന്നത് 62 ആണ്. സുപ്രീം കോടതി ജഡ്ജസിൻ്റെ ഏജ് പറയുന്നത് 65ഉം ഹൈക്കോടതിൻ്റെ 62 ആണ്. ഇത് ക്ലോസ് തന്നെയാണ് അതിലും പറയുന്നുള്ളത്. ഇത് ഏജ് ലിമിറ്റാണ്, ക്ലോസ് അല്ല, ഇത് ഏജ് ലിമിറ്റാണ് പറയുന്നുള്ളതും ഓർത്തിരിക്കുക. സോ ഇവിടെ ഉത്തരം ഓൾ ദ അബോവ് ആണ്, എല്ലാം ശരിയാണ്. ഓക്കെ, 43 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ DPSPയിൽ ആർട്ടിക്കിൾ 40 ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് പറയുന്നുണ്ടായിരുന്നു. ഓർഗനൈസേഷൻ വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ 40 പറയുന്നുണ്ട്. ഓക്കെ, ഇതിന് കൃത്യമായിട്ടൊരു മാൻഡേറ്ററി പ്രൊവിഷൻ കൊടുക്കുകയാണ് ചെയ്തത് 73rd അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ആഡഡ് 11th ഷെഡ്യൂൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എത്ര ഫണ്ടമെൻ്റൽ സബ്ജക്റ്റാണ് അതിനകത്തുള്ളത്? 29 ഫങ്ഷണൽ ഐറ്റംസ് അതിനകത്തുണ്ട്. 11th ഷെഡ്യൂളാണ്. പാർട്ട് 9 ആഡ് ചെയ്തു എന്നുള്ളതും ശരിയാണ്. ഓക്കെ, ഈ 3ഉം ശരിയാണ്. ഓക്കെ, 73rd എന്നാണ് നിലവിൽ വന്ന ഡേറ്റ് എന്ന് പറയുന്നത്? April 24, 1993 ആണെന്നുള്ള ഓർത്തിരിക്കുക. ഇതാണ് നാഷണൽ പഞ്ചായത്ത് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, സോ 12th ഷെഡ്യൂൾ 74th അമെൻമെൻ്റ് ആണ്. 74th അമെൻമെൻറ്റ് എന്നാണ് നിലവിൽ വന്നത്? June 1, 1993 ആണ്. ഓക്കെ, June 1 ആണ്. ഓക്കെ, 1993 12th ഷെഡ്യൂൾ ആഡ് ചെയ്തു. 18 ഫങ്ഷണൽ ഐറ്റംസ് അതിനകത്തുണ്ട്, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 44 350B. ഓക്കെ, ആർട്ടിക്കിൾ 350B കുറിച്ചാണ്. ദ പ്രസിഡന്റ് ക്യാൻ അപ്പോയിൻറ്റ് എ സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. ശരിയാണ്, 350B പറയുന്നത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫീസറിൻ്റെ ഇതാണ് പ്രൊവിഷനാണ് പറഞ്ഞിട്ടുള്ളത്. അത് അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രസിഡൻ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അപ്പം പ്രസിഡൻ്റാക്കി അപ്പോയിൻറ്റ് ചെയ്യുന്നതിനുള്ളൊരു ലോജിക്കിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കണം. ഓക്കെ, കമ്മീഷൻ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ആൻഡ് റിപ്പോർട്ട് ഓൺ രാജ്യസഭ. ശരിയാണോ? റിപ്പോർട്ടുകൾ കൊടുക്കുക പ്രസിഡൻ്റാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ്, പ്രസിഡൻ്റാണ് റിപ്പോർട്ട് കൊടുക്കുക. പിന്നീട് പ്രസിഡൻ്റാണ് അത് ടേബിൾ ചെയ്യുന്നത്. രാജ്യസഭയ്ക്ക് ഒരിക്കലും ഡയറക്റ്റ്ലി റിപ്പോർട്ടൊന്നും കൊടുക്കില്ല. അത് ലോജിക്കലി നിന്ന് ചിന്തിക്കണം, അത് തെറ്റാണ്.
230 തന്നെ നമുക്ക് ഉത്തരം വരും. ദ കമ്മീഷൻ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി റിപ്പോർട്ട്സ് ഓൺ പ്രസിഡന്റ് ഓൺ ദ ലിംഗ്വിസ്റ്റിക് മാറ്റേഴ്സ്. അപ്പോയിൻ്റ് ചെയ്യുന്ന പ്രസിഡന്റാണ്. സോ പ്രസിഡന്റാണ് റിപ്പോർട്ട് കൊടുക്കുന്നതെന്നുള്ള ലോജിക്കലി ചിന്തിച്ചാൽ മതി. സോ ഇതിൽ ഉത്തരം വരുന്നത് C 1 and 3 ആണ്. ഓക്കെ. 45. ഓക്കെ, 104 അമെൻമെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്റ്റെൻഡ് ദ ടൈം ലിമിറ്റ് ഫോർ SC and ST 70 80 ഇയേഴ്സിൽ അത് മാറ്റിയിട്ടുണ്ട്. 10 വർഷം കൂടി കൂട്ടിയിട്ടുണ്ട്. സോ ആ റിസർവേഷൻ അവിടെ കൂട്ടി. റിസർവേഷൻ ഓഫ് EWS ഏതാ? 103 ആണ്. അത് ഓർത്തിരിക്കാം. സോ ഇത് ഇവിടെ തെറ്റും, ഇത് കറക്റ്റായിട്ട് വരും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് റിമൂവ് ദ റിസർവ്ഡ് സീറ്റ്സ് ഫോർ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ ലോകസഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ്. ശരിയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകസഭയിൽ 2 സീറ്റ്സും സ്റ്റേറ്റിൽ 1 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അതിൽ ഇത് മൊത്തത്തിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇപ്പം ആ സീറ്റ്സ് നമുക്കില്ല എന്നുള്ളതും ഓർത്തിരിക്കുക. സോ ഉത്തരം വരുന്നത് A 1 and 3 ആണ്. 45. ഈ എന്താ പറയുക, EWSൻ്റെ 103 അമെൻമെൻ്റ് ഒക്കെ വന്നതെന്നാ 2019 അത് ഓർത്തിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Which of the following statements are correct in connection with the President of India? Okay. The President submit resignation letter to Speaker of Lok Sabha. തെറ്റല്ലേ? സ്പീക്കർക്കല്ല പ്രസിഡന്റ് റെസിഗ്നേഷൻ കൊടുക്കേണ്ടത്. പ്രസിഡന്റ് സബ്മിറ്റ് ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ ടു വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇതാണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. ഹിസ് റിമൂവൽ ഫ്രം ഓഫീസ് ക്യാൻ ബി അക്കോർഡിംഗ് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ഇൻ ആർട്ടിക്കിൾ 61. ഓക്കെ, ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയേഴ്സ് പറയുന്നത് ആർട്ടിക്കിൾ 61 ആണെന്നോട് ഓർത്തിരിക്കുക. സോ ഇവിടെ 2 and 3 ആണ് ശരി. ഓക്കെ, B ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഓർത്തിരിക്കണം. ഇനി 47. ഫൈൻഡ് ഔട്ട് ദ ചെയർമാൻ ഓഫ് 16th ഫൈനാൻസ് കമ്മീഷൻ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ? അരവിന്ദ് പനഗരിയാണ്. നീതി ആയോഗിൻ്റെ ഫസ്റ്റ് VC ആയിട്ടുണ്ടായിരുന്ന ആളാണ് അരവിന്ദ് പനഗരി. അദ്ദേഹമാണ് 16th ഫൈനാൻസ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ഇപ്പോൾ ഉള്ളത്. ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ PSCക്ക് എപ്പോഴും ചോദ്യം വരാറുണ്ട്, ഓർത്തിരിക്കുക. പിന്നെ ആനി ജോർജ് മാത്യു ഇപ്പം ഫൈനാൻസ് കമ്മീഷൻ മെമ്പറാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ദെൻ NK സിംഗ് ആണ് 15th ഫൈനാൻസ് കമ്മീഷൻ. NK സിംഗ് ആണ്, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. NK സിംഗ്. ഫസ്റ്റ് ആരാ? KC നിയോഗിയാണ്, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 40ലേക്ക് പോവാം. 48. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് പ്ലെഡ്ജ് ടു uphold the sovereignty and integrity of India during their affirmation or oath? ഓക്കെ, ഇതിലേതാണ്? ഇത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ആൻസർ ചെയ്യാൻ കുറച്ച് പാടാണ്. ഓക്കെ, സോ ഇതിൽ ഉത്തരം വരുന്നത് D ആണ്, CM. ഓക്കെ, ഇത് എവിടെയാണ് പറയുന്നത്? ഈ ഓത്തിൻ്റെ ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ് പറയുക? 3rd ഷെഡ്യൂളിലാണെന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, പ്രസിഡൻറ്റിൻ്റെ ഓത്ത് പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 60 ഓക്കെ, ദെൻ വൈസ് പ്രസിഡൻറ്റ് വരുന്നത് 69 ആണ്. ഗവർണർ വരുന്നത് 160 ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ അങ്ങനെ ചോദിക്കും, പക്ഷേ പ്രസിഡൻറ്റിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം ഈ 3 ഓത്തും 3rd ഷെഡ്യൂളിലല്ല, ബാക്കിയുള്ള ഓത്തുകളൊക്കെ 3rd ഷെഡ്യൂളിലാണെന്നുള്ളതും ഓർത്തിരിക്കാം. സോ ഇതിൽ എന്താ പറയുക, ഈ അപ്ഹോൾഡ് ദ സോവറിനിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് CMൻ്റെ ഓത്തിൻ്റെ അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് അല്ലെങ്കിൽ മിനിസ്റ്റർ എന്ന രീതിയിലൊക്കെ വരുന്ന അവരുടെ ഓത്തിൻ്റെ ഇതിലാണ് വരുന്നത്. ഓക്കെ, പ്രസിഡൻ്റൊക്കെ എന്ന് പറയുന്നത് ടു പ്രിസർവ് പ്രൊട്ടക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഇതാണ് വരിക പ്രസിഡൻറ്റിനൊക്കെ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് നോർമൽ കണ്ടീഷൻസ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് അല്ല. പ്രസിഡൻറ്റ് ടു പ്രിസർവ് ആൻഡ് പ്രൊട്ടക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷനും പിന്നെ സോവറിനിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി എന്നൊക്കെ പറയുന്നത് ചീഫ് മിനിസ്റ്ററിനാണെന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അത് അത്യാവശ്യം ഡീപ്പാണ്, കാരണം നമുക്ക് ഓത്ത് അങ്ങനെ കാണാപ്പാടൊന്നും എല്ലാം പഠിക്കാൻ പറ്റില്ല. ഓക്കെ, ബട്ട് 3rd ഷെഡ്യൂളും പിന്നെ ആർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് പോകണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. Then 49. Which of the following pair is correctly matched? Committee, Constituent Assembly Committee ആണ്. ഓക്കെ, 49. സോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ആണോ? സർദാർ പട്ടേൽ ആണോ? തെറ്റാണ്. ഓക്കെ, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു ആണ്? അല്ല. സ്റ്റിയറിംഗ് കമ്മിറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി കൃപലാനി ആണോ? അല്ല. സോ ഇവിടെ ഉത്തരം വരുന്നത് C ആണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് മേജർ കമ്മിറ്റിയിൽ വരുന്നതാണ്. ആരാ? നെഹ്റു ആണ് അതിൻ്റെ ഹെഡായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി വരുന്നത് പട്ടേലാണ്, അതും മേജർ കമ്മിറ്റിയാണ്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയാണ് ഇത് വരുന്നത്, ഇത് JB കൃപലാനിയാണ് ഹെഡ് ചെയ്യുന്നത്. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇദ്ദേഹമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഭിസംബോധന ചെയ്ത് ആദ്യമായിട്ട് സംസാരിച്ച വ്യക്തിയൊക്കെ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒക്കെ ഫോം ചെയ്ത ഡേറ്റ് എന്നാ? 6th December 1946 ആദ്യമായിട്ട് മീറ്റ് ചെയ്ത് 9 December 1946
6 അത് ഓർത്തിരിക്കുക. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വരുന്നത് പിന്നീട് 13 ഡിസംബറിലാണെന്നുള്ളതും ഓർത്തിരിക്കണം. 1946 തന്നെ. സോ ഇതാണ് ആ ഡേറ്റും ഫോർമേഷൻ ഡേറ്റ്. അപ്പോൾ ആദ്യമായിട്ട് സഭേനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് JB കൃപലാനിയാണ്. അദ്ദേഹമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റിയുടെ ഹെഡായിട്ട് വന്നിട്ടുള്ളത്. അത് മേജർ കമ്മിറ്റി അല്ല, സബ് കമ്മിറ്റിയാണ്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ 50. ഓക്കെ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് and directive principles of state policies are different with respect to fundamental rights are affirmative in nature but DPSPs are prohibitive. Okay, ശരിയാണോ? സി ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ്. കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ ഫാക്ട്സ് ആൻഡ് നോളജ് ഒന്നല്ല. ഓക്കെ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ശരിക്കും എന്തിനു വേണ്ടിയാണ്? പ്രൊഹിബിറ്റീവ്. ആരെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു? സ്റ്റേറ്റിനെ. അത് സ്റ്റേറ്റ് ഒരു അതോറിറ്റേറിയനായിട്ട് മാറാതിരിക്കാനുള്ള എല്ലാ പ്രൊവിഷൻസുമാണ് ഫണ്ടമെൻ്റൽ റൈറ്റിന് കൊടുക്കുന്നത്. സോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നെഗറ്റീവ് ഇൻ നേച്ചേഴ്സ് എന്ന് സാധാരണ പറയാറുണ്ട്. അത് എന്താ പറയുക, ഈ ആസ്പെക്റ്റിലാണ് പറയുന്നത്. സ്റ്റേറ്റിനെ അത് പല കാര്യത്തിലും പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിയമങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അതോറിറ്റേറിയൻ ഒരിക്കലും സമ്മതിക്കില്ല. അല്ലെങ്കിൽ ജനങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനാണ് അവിടെ ഇമ്പോർട്ടൻസ്, അല്ല സ്റ്റേറ്റിൻ്റെ പവേഴ്സിനല്ല എന്നുള്ളൂ. ഓർത്തിരിക്കുക. അതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊഹിബിറ്റ് ചെയ്യാമെന്ന് പറയാൻ കാരണം. പക്ഷേ DPSP എന്ന് പറയുന്നത് അഫർമേറ്റീവ് ആണ്. കുറച്ച് മോറൽ ഒബ്ലിഗേഷൻ കൊടുക്കുകയാണ്, സ്റ്റേറ്റിന് കുറച്ചും കൂടി പോസിബിലിറ്റീസ് കൊടുക്കുകയാണ്. എന്താണ്? വെൽഫെയർ ഓഫ് ദ നേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, സോഷ്യൽ എക്കണോമിക് ഡെമോക്രസി അല്ലെങ്കിൽ ജസ്റ്റിസ് ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി എന്താ പറയുക, ഒരു പോസിബിലിറ്റീസ് കൊടുക്കുന്നതാണ് നമ്മുടെ DPSP എന്ന് പറയുന്നത്. സോ അത് പോസിറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയാറുണ്ട് സാധാരണ. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റും. അൺലൈക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പീപ്പിൾ cannot take legal actions if the government fails to implement the directive principle. ഇത് ശരിയല്ലേ? ഓക്കെ, ശരിയാണ്. Fundamental rights aim to safeguard the weaker and more vulnerable section of the society, whereas the directive principles of state policy focus on protecting border interest of individuals. തെറ്റല്ലേ? സേഫ് ഗാർഡ് ദ വീക്കർ ആൻഡ് മോർ വൾണറബിൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്ന ആരുടെ? ഏത്? DPSPയുടെ ഇത് കൺസെപ്റ്റാണ്. ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു സോഷ്യൽ എക്കണോമിക് ജസ്റ്റിസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് DPSP ആണ്. ഓക്കെ. സോ ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒരു എന്താ പറയുക, ഇത് ഫീച്ചറായിട്ട് കൂട്ടാൻ പറ്റില്ല. DPSPയുടെ ഫീച്ചറായിട്ട് വരുന്നത് ഇതാണ്. ഓക്കെ, വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റും പ്രൊട്ടക്റ്റിംഗ് ബ്രോഡർ ഇൻട്രസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ. ഞാൻ പറഞ്ഞു ഇൻഡിവിജ്വലിൻ്റെ റൈറ്റിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. സ്റ്റേറ്റിന് അതോറിറ്റേറിയൻ ആകാൻ പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സോ അത് എന്ന് പറയുന്നത് FR ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഫീച്ചറായിട്ട് പറയുന്നതാണ്. ഓക്കെ. പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കനോട്ട് ടേക്ക് ലീഗൽ ആക്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസബിളും DPSPs ആർ നോൺ ജസ്റ്റിസബിൾ ആണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ 51. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നേരത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓക്കെ B ആണ്. ഉത്തരം B ആണ്. 50B. 51. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ നോട്ട് കറക്റ്റ്. ഓക്കെ. The writ of habeas corpus can be issued to secure release of a person who has been imprisoned by the court of law on a criminal charge. Okay, Article 21 ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഓക്കെ, റിട്ടുകൾ ആർട്ടിക്കിൾ 32 ആണ്. ഓക്കെ, ഈ 21 പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അതിൽ കൃത്യമായിട്ട് ഒരു പ്രൊസീജിയർ അനുസരിച്ചാണ് ഒരാളുടെ ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അവിടെ എന്താ പറയുക ഈ ക്രിട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടെയും അത് ഹേബിയസ് കോർപ്പസ് നമുക്ക് കോർട്ട് ഓഫ് ലോയുടെ അണ്ടറിൽ ഒരു ക്രിമിനൽ ചാർജിൻ്റെ അണ്ടറിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പ്രസൻറ്റ് ചെയ്യാനൊന്നും കോടതിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. The writ of habeas corpus lies or issued against any person or authority who has illegally detained or arrest the prisoner. അത് ശരിയാണ്. എനി പേഴ്സൺ, സ്റ്റേറ്റിനെതിരെ മാത്രമല്ല, എനി ഇൻഡിവിജ്വൽ ആരെങ്കിലും എന്താ പറയുക അനാവശ്യമായിട്ട് തടഞ്ഞു വെക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഹേബിയസ് കോർപ്പസ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇവിടെ ഒന്ന് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ. Where the person against whom the writ is issued or person who is detained not within the jurisdiction of court. ഓക്കെ, കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷന് പുറത്താണ് ഇത് സംഭവിച്ചെങ്കിലും നമുക്ക് എന്താ പറയുക ഇത് ചെയ്യാൻ പറ്റും. മീൻസ് ഹേബിയസ് കോർപ്പസ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളതും ഓർത്തിരിക്കുക. ഇതും കറക്റ്റാണ്. സോ ഇവിടെ ഉത്തരം വരുന്നത് C. 1 ഉള്ളിയാണ് നോട്ട് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇത് രണ്ടും ബാക്കി 2 and 3 ശരിയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇഷ്യൂഡ് അഗൈൻസ്റ്റ്. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടി. ഓക്കെ, ദ റിട്ട് ഓഫ് ഹേബിയസ് കോർപ്പസ് ലൈസ് ഇഷ്യൂഡ് അഗൈൻസ്റ്റ് എനി പേഴ്സൺ. അതായത് സ്റ്റേറ്റിനെതിരെ മാത്രമല്ല ബാക്കിയുള്ള ഇൻഡിവിജ്വൽസിനെതിരെയും നമുക്കത് എന്താ പറയുക ഈ റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർത്തിരിക്കാം. ദെൻ വേർ ദ പേഴ്സൺ അഗൈൻസ്റ്റ് ഹും ദ റിട്ട് ഈസ് ഇഷ്യൂഡ്,
അതായത് ജൂറിസ്ഡിക്ഷന് പുറത്താണെങ്കിൽ, കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷന് പുറത്താണെങ്കിലും, അതായത് ഇപ്പം ഹൈക്കോടതി കേസിലൊക്കെ ആണെങ്കിൽ സ്റ്റേറ്റിൻ്റെ ജൂറിസ്ഡിക്ഷന് പുറത്തുള്ള ഒരു കേസിലാണെങ്കിൽ പോലും നമുക്ക് ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഇതായിട്ട് വരുന്നത്, ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സോ ഇവിടെ 2, 3 ശരിയാണ്, 1 തെറ്റ്. ഉത്തരം വരുന്നത് സി. 52. Which constitutional amendment in India introduced the provision for established tribunals within the Indian Constitution? ഈ ട്രിബ്യൂണൽസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ കൃത്യമായിട്ട് അത് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ അത് ചോദിക്കാം. ഓക്കെ, ഇനിയും കാരണം സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനൊക്കെ കൃത്യമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പം എന്താ പറയുക, അതിൻ്റെ അണ്ടറിലായ പോലും നമ്മൾ ട്രിബ്യൂണൽസിലൊക്കെ എന്താ പറയുക, ഈ സർവീസസ് അണ്ടർ ദ സ്റ്റേറ്റ് യൂണിയൻ ഒക്കെ ട്രിബ്യൂണൽസ് ഉണ്ട്, കാറ്റൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ കേസിലാണെങ്കിൽ ഈ അമെൻമെൻറ്റ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 42nd 1976 ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, 44th അമെൻമെൻറ്റ് എന്താ? നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി റൈറ്റ് ഒക്കെ 300 മാറ്റിയ അമെൻമെൻ്റ് ആണ്. ഓക്കെ, 1978 ആണ് അതിൻ്റെ വർഷം വരുന്നത്, അതും ജസ്റ്റ് ഓർത്തിരിക്കാം. മൊറാർജി ദേശായി ഗവൺമെൻറ് സമയത്താണ്. 24th അമെൻമെൻറ്റ് 1971 നമ്മുടെ എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷൻ എനി പാർട്ട് അമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ അമെൻമെൻ്റ് ആണ്. പിന്നെ എന്താ, ആർട്ടിക്കിൾ 13 ആർട്ടിക്കിൾ 368ൻ്റെ അണ്ടറിൽ അമെൻമെൻറ്റ് വരുമ്പോൾ അതിന് അപ്ലിക്കബിൾ ആണെന്നുള്ള പറയുന്ന പ്രൊവിഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 368 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ആർട്ടിക്കിൾ 13 അണ്ടറിൽ ലോ ആയിട്ട് കൂട്ടില്ല എന്ന് പറയുന്ന അമെൻമെൻ്റ് ആണ് 24th അമെൻമെൻറ്റ്, അത് ഓർത്തിരിക്കാം. പിന്നെ പ്രസിഡൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് മാൻഡേറ്റ് ആയിട്ട് സൈൻ ചെയ്യണം എന്നുള്ള പ്രൊവിഷൻസൊക്കെ ഈ അമെൻമെൻറ്റിലാണ് വന്നിട്ടുള്ളത്. 17 അമെൻമെൻറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 9th ഷെഡ്യൂളിൽ കുറച്ച് ആക്റ്റുകൾ ആഡ് ചെയ്തിട്ടുള്ള അമെൻമെൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ബാക്കി 3 ഇമ്പോർട്ടൻ്റ് ആണ്, വേണമെങ്കിൽ പൊട്ടൻഷ്യലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള അമെൻമെൻറ്റ്സ് ആണെന്നുള്ളതും ഓർത്തിരിക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 54ലേക്ക് ആവും. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഫൈനാൻഷ്യൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 360 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നോട്ട് കറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ് മാക്സിമം പീരീഡ് ഓഫ് 3 years ഫോർ റിവോക്കിംഗ് ഫൈനാൻഷ്യൽ എമർജൻസി. ഇത് ശരിയല്ല. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ദർ ഈസ് നോ നീഡ് ഫോർ അപ്രൂവൽ ഓഫ് ദ പാർലമെൻറ്റ് ഫോർ ദ റിവോക്കേഷൻ ഓഫ് പ്രൊക്ലമേഷൻ. ഇത് ശരിയാണ്. പ്രസിഡൻറ്റ് സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈ എമർജൻസിയുടെ റിവോക്കേഷൻ നടത്താൻ പറ്റും. ഫൈനാൻഷ്യൽ എമർജൻസി ഹാസ് നെവർ ബീൻ ഇമ്പോസ്ഡ് ഇൻ ഇന്ത്യ. അതും ശരിയാണ്. ഇന്ത്യയിൽ ഒരിക്കലും ഫൈനാൻഷ്യൽ എമർജൻസി വന്നിട്ടില്ല, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 3 years പീരീഡ് മാക്സിമം പീരീഡ് ഒന്നും ഫൈനാൻഷ്യൽ എമർജൻസിക്ക് പറയുന്നില്ല. കാരണം എത്രത്തോളം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതാവുമോ ഓക്കെ അത്രയും കാലം അത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റും. ഓക്കെ, ദെൻ സഭയുടെ എന്താ പറയുക അപ്രൂവലൊക്കെ വേണം. ഇത് ഇൻവോക്ക് ചെയ്യുമ്പം 2 സഭയുടെയും വേണം. 2 months ടൈമാണ് കൊടുത്തിട്ടുള്ളത് അപ്രൂവ് ചെയ്യാൻ വേണ്ടി. സിമ്പിൾ മെജോറിറ്റിയിലാണ്, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 3 yearsൻ്റെ കേസ് പറയുന്നത് ആർട്ടിക്കിൾ 356 എന്താ സ്റ്റേറ്റ് എമർജൻസിയുടെ കേസിലാണ്. ഈ മാക്സിമം 3 years ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് എമർജൻസി. അത് 1 year കഴിയുമ്പോൾ തന്നെ 2 ക്ലോസ് വരുന്നുണ്ട്. ഒന്ന് എന്താ പറയുക, നാഷണൽ എമർജൻസി എവിടെയെങ്കിലും ഇത് ഉണ്ടാവണം, നിലവിലുണ്ടാവണം, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് വേണം, അവിടെ ഇലക്ഷൻ നടത്താൻ പറ്റില്ല എന്നുള്ള രീതിയിൽ, അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല എന്നുള്ള രീതിയിൽ വന്നാൽ മാത്രമേ 1 yearന് മുകളിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ മാക്സിമം 3 years വരെ പോകാൻ പറ്റുള്ളൂ സ്റ്റേറ്റ് എമർജൻസി. അപ്പോൾ ഇവിടെ തെറ്റ് വരുന്നത് only 1 ആണ്, അത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ 55. വിച്ച് ഓഫ് ദ ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ദ സ്പീക്കേഴ്സ് റൈറ്റ് ടു വോട്ട് ഇൻ ലോകസഭ? ഇത് നമ്മുടെ SI മെയിൻസിന് ചോദിച്ചാണ് ഇപ്പോൾ അടുത്ത്. ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ആർട്ടിക്കിൾ ചോദിക്കുകയാണ്. ഇപ്പം പൊതുവേ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPയുടെ ഒക്കെ ആർട്ടിക്കിളും, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ ഓർഡിനൻസ് പോലുള്ള ആർട്ടിക്കിളൊക്കെയാണ്, എമർജൻസി ആർട്ടിക്കിളൊക്കെ ചോദിക്കുക പൊതുവേ. പക്ഷേ ഇത് ഭയങ്കര ഡീപ്പായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഉത്തരം വരുന്നത് സ്പീക്കറിൻ്റെ റൈറ്റ് ആണ്, റൈറ്റ് ടു വോട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ആർട്ടിക്കിൾ 100. അതിൽ സ്പെസിഫിക് ആയിട്ട് സ്പീക്കറിൻ്റെ റൈറ്റ് മാത്രമല്ല, നമ്മുടെ സഭയുടെ എന്താ പറയുക വോട്ട് ക്വാറം ഇതൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 100 ആണ്. ഇതിൽ സ്പീക്കറിൻ്റെ കേസിൽ നമ്മുടെ കാസ്റ്റിംഗ് വോട്ടിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 100ൻ്റെ സബ് ക്ലോസിലാണ് ഇത് പറയുന്നത്. ഓക്കെ, സോ അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കാസ്റ്റിംഗ് വോട്ടാണ് സ്പീക്കർക്ക് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം സ്പീക്കർക്കില്ല എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 86 എന്ന് പറയുന്നത് റൈറ്റ് ടു അഡ്രസ്, പ്രസിഡൻറ്റിന് അഡ്രസ് ദ ഹൗസ്, പ്രസിഡൻറ്റ് വേണമെങ്കിൽ ഹൗസിനെ അഡ്രസ്സ് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്ന റൈറ്റാണ്. 101 പറയുന്നത് വെക്കേഷൻ ഓഫ് സീറ്റ്സ് ആണ്. ഓക്കെ, എന്തെങ്കിലും കാരണത്താലുള്ള എന്താ പറയുക, നമ്മുടെ ഇത് പറയുന്നത് വെക്കേഷൻ ഓഫ് സീറ്റ്സ് പറയുന്നുണ്ട്, നമ്മുടെ സഭയിലെ സീറ്റ്സ്. ഓക്കെ, അതായത് നമ്മൾ ഇപ്പം ഒരു മെമ്പർ 60 ദിവസത്തിന് മുകളിലൊക്കെ എന്താ പറയുക ഇൻഫോം ചെയ്യാതെ ആബ്സെൻ്റ് ആയാൽ ഓട്ടോമാറ്റിക്കലി ആ സീറ്റ് വേക്കൻ്റ് ആയിട്ട് കൂട്ടും. ഇങ്ങനത്തെ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് എന്താ പറയുക നമ്മുടെ ആർട്ടിക്കിൾ 101 എന്ന് പറയുന്നത്. 97 എന്ന് പറയുന്നത് സാലറി ആൻഡ് അലവൻസസ് ഓഫ് ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ, സ്പീക്കറിൻ്റെ ഒക്കെ സാലറി അലവൻസ് പറയുന്ന ഇതാണ്. ഓക്കെ, ഈ 97 എന്ന് പറയുന്നതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ബാക്കിയുള്ള നമ്മുടെ
സാലറി അലവൻസസിന് ഒരു ഷെഡ്യൂളുണ്ട്, അത് ഷെഡ്യൂൾ 2 ആണ്, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ഷെഡ്യൂൾ 3 നമ്മുടെ ഓത്തിൻ്റെ ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ 4 എന്താ അലോക്കേഷൻ ഓഫ് സീറ്റ്സ് രാജ്യസഭയാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. 56 അണ്ടർ ആർട്ടിക്കിൾ 101 ഇഫ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഈസ് ആബ്സെൻറ്റ് ഫോർ ഹൗ മെനി ഡേയ്സ് ഈസ് ദെയർ സീറ്റ് ഡിക്ലെയർ വേക്കൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രൊവിഷനാണ് 101 അണ്ടറിൽ. ഓക്കെ, ആർട്ടിക്കിൾ 101ൻ്റെ അണ്ടറിൽ ഞാൻ പറഞ്ഞ പ്രൊവിഷനാണിത്. ഓക്കെ, 60 days ആണ്, അത് ഓർത്തിരിക്കുക. GST കൗൺസിൽ വാസ് ഫോംഡ് അണ്ടർ ആർട്ടിക്കിൾ ഇൻസേർട്ട് 101 അമെൻമെൻറ്റിൽ വന്നിട്ടുള്ള GST കൗൺസിൽ ഏത് ഇതിലാണെന്നുള്ളതാണ് ചോദ്യം. ഏതാ നമ്മളെപ്പോഴും പഠിക്കുന്നതാണ് 279. ഇതെല്ലാം നമ്മുടെ SI മെയിൻസ് വന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. 279A ആണ് GST കൗൺസിലിൻ്റെ ഫോർമേഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ബി, ആൻസർ ബി വരുന്നു. ഹെഡ് ആരാ? ഫൈനാൻസ് മിനിസ്റ്റർ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മുടെ എന്താ പറയുക, ബാക്കിയുള്ള സ്റ്റേറ്റ്സിലേക്ക് ഫൈനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ റവന്യൂ മിനിസ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും ഇതിൽ മെമ്പേഴ്സായിട്ട് വരിക. ഓക്കെ. കോറം എന്ന് പറയുന്നത് എന്താ? 1/2 ഓഫ് ടോട്ടൽ മെമ്പറാണ് ഇതിന് കോറം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ മീറ്റിംഗ് കൂടാൻ പറ്റൂ, അതും ഓർത്തിരിക്കണം. 2/3 ആണ് മെജോറിറ്റി വേണ്ടത് ഡിസിഷൻസ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടി. അതിൽ 1/3 സെൻറ്ററിൻ്റെ വോട്ട് ഷെയർ ആണ്, 2/3 സ്റ്റേറ്റിൻ്റെ വോട്ട് ഷെയർ ആയിട്ടും കൂട്ടും. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും. ഇത്രയും പ്രൊവിഷൻസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ. ഒരു ഡിഗ്രി ലെവലിലൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ ക്ലോസ് ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം, ഇത്തരം ക്ലോസ് ഒക്കെ. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 279A എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഡസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മേ അഡ്രസ് എയ്തർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്? ഏതാണ്? ഏതായിരിക്കും? 86 ആണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. കാരണം നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ നമ്പർ ഇതിൽ 55 നമ്മൾ പറഞ്ഞിട്ടുണ്ട് 86. റൈറ്റ് ടു പ്രസിഡൻ്റ് റൈറ്റ് ആണ് ടു അഡ്രസ് ദ ഹൗസസ് എന്ന് പറയുന്നത്, അത് 86 പറയുന്നത്. ഓക്കെ. 100 എന്ന് പറയുന്നത് നമ്മൾ എന്താ, നമ്മുടെ വോട്ട് ക്വാറം ഇതൊക്കെ പറയുന്നത് 100 വരുന്ന ഹൗസിൻ്റെ. ദെൻ 92 ഈ എന്താ പറയുക, സ്പീക്കറിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാനും ഒക്കെ റിമൂവൽ മോഷൻ ഉള്ളപ്പം അവർക്ക് പ്രിസൈഡ് ചെയ്യാനുള്ള അവകാശം ഇല്ല എന്ന് പറയുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ദെൻ 102 ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സാണ്. ഹൗസ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നതാണ്. അതിൻ്റെ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഈ 102 എന്ന് പറയുന്നത്. കുറച്ച് ഡീപ്പായിട്ടുള്ള ആർട്ടിക്കിൾസാണ്. പൊതുവേ നമ്മൾ ഇത് അങ്ങനെ പഠിക്കാറൊന്നുമില്ല, ചോദിച്ചും കണ്ടിട്ടില്ല. ഓക്കെ. അപ്പം കുറേയൊക്കെ ഇങ്ങനെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ആർട്ടിക്കിൾസ് ഒന്ന് റിമൈൻഡ് ചെയ്ത് പോയാൽ തന്നെ ചിലപ്പം നമുക്ക് എലിമിനേറ്റ് ഒക്കെ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇപ്പം ഡിഗ്രികളിലും വേണമെങ്കിൽ ആർട്ടിക്കിളൊക്കെ ചോദിക്കാനുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ആർട്ടിക്കിളും പഠിച്ചു പോവുക. ഓക്കെ. 59 അണ്ടർ ആർട്ടിക്കിൾ 106 ദ അതോറിറ്റി ഡിറ്റർമൈൻ സാലറി ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്. ഓക്കെ. മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റിൻ്റെ സാലറി ആരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മൾ ന്യൂസിലൊക്കെ എപ്പോഴും കാണാറുണ്ട്. ആരാ? പ്രസിഡൻ്റാണോ? അല്ല, പാർലമെൻറ്റ് ബൈ ലോ ആണ്. നമ്മുടെ ഇപ്പം ഇവിടെ സ്റ്റേറ്റിൻ്റെ കേസിലൊക്കെയാണ്, ലെജിസ്ലേച്ചറിൻ്റെ കേസിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് നിയമസഭ MLA-മാരുടെ ശമ്പളം നിയമസഭ കൂട്ടി എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ ലോജിക്കലി തന്നെ നമ്മൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റണം. 105 നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. റീസെൻറ്റ് അമെൻമെൻറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. എന്താ? റിസ്റ്റോറിങ് സ്റ്റേറ്റ് പവേഴ്സ് ടു ഐഡൻറ്റിഫൈ OBC അല്ലെങ്കിൽ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അവകാശം സ്റ്റേറ്റിന് കൊടുക്കുന്നതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഏതാണ്? 97 ആണ്, 2011 അമെൻമെൻറ്റിലാണ് വരുന്നത്. 330. ഓക്കെ, സോറി, പാർട്ട് ഏതാ? പാർട്ട് 9B. ഓക്കെ, പാർട്ട് 9B ആണ്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. 61 നോട്ട് കറക്റ്റ് അബൌട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ് ജസ്റ്റിസബിൾ ഇൻ ക്യാരക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞു DPSPs ആർ നോൺ ജസ്റ്റിസബിൾ, അത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ എന്യൂമറേറ്റഡ് ഇൻ പാർട്ട് 3. പാർട്ട് 3 അല്ലേ? ശരിയാണ്. ഫ്രം ആർട്ടിക്കിൾ ഏതാ? 12 to 35 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഇത് കറക്റ്റാണ്. ഓക്കെ. ഇപ്പോൾ 300A കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇലീഗൽ റൈറ്റ് ആയിട്ടാണ് നമ്മൾ കൂട്ടിയിട്ടുള്ളത്. ആർട്ടിക്കിൾ 51 ഡീൽസ് വിത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. തെറ്റാണ്. 51 ഏതാ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. ഡീൽസ് വിത്ത് ഏതാ? എഡ്യൂക്കേഷൻ ഏതാ ഡീൽ ചെയ്യുന്നത്? 21A ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. ഇത് 86 അമെൻമെൻറ്റിലാണ്, സോറി, ഇത് 86 അമെൻമെൻറ്റിലാണ് വന്നിട്ടുള്ളത്. 2002 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി 42nd അമെൻമെൻറ്റ് 1976 ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ 62 മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ. 356 എന്താ? പ്രസിഡന്റ് റൂൾഡ് ഇൻ സ്റ്റേറ്റ് ആണ്. 325 ശരിക്കും ഇത് തെറ്റാണ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി 326 ആണ്.
ഓക്കെ, 325 എന്ന് പറയുന്നത് ഇലക്ട്രൽ റോളിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 325 എന്ന് പറയുന്നത്. 76 നമ്മൾ പറഞ്ഞു അറ്റോർണി ജനറൽ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 368 അമെൻഡിങ് പവർ പ്രൊസീജിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് 368. ഇതിൽ കറക്റ്റ് ഉത്തരം വരുന്നത് ABCD തന്നെയാണ്. പക്ഷേ ഇതിൽ 325 എന്ന് പറയുന്നത് ഇലക്ട്രൽ റോളിൽ എന്താ പറയുക, നമ്മുടെ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ള യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് 326ലാണ്. അഡൽട്ട് സഫ്രേജ് എന്ന് പറഞ്ഞ വാക്കിലാണ് അതുള്ളത്, അല്ലാതെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞ വേർഡല്ല എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ 63. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ലാസ്റ്റ് ആണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി മാച്ച്ഡ് ഫാക്ട്സ് ബിലോ. ഓക്കെ, 44th നമ്മൾ നേരത്തെ പറഞ്ഞു റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലേ, 300A മാറ്റി. ഫ്രം ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 31ൻ്റെ അബോളിഷനാണ് അവിടെ സംഭവിച്ചത്. 86 നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ 2002 ഏത് ആർട്ടിക്കിൾ ആഡ് ചെയ്തു? ആർട്ടിക്കിൾ 21A ആഡ് ചെയ്തു. പ്ലസ് DPSPയിൽ ആർട്ടിക്കിൾ 45ൻ്റെ സബ്ജക്റ്റ് മാറ്റർ മാറ്റി. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ ആർട്ടിക്കിൾ 51A ക്ലോസ് K ആഡ് ചെയ്തു. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിക്കുക. 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ്റെ ഡ്യൂട്ടി ആഡ് ചെയ്തു. ഇനി 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻ്റ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളിപ്പോഴും പറയുന്നതാണ്. ഓക്കെ, സോ 91st ആൻറ്റി ഡിഫിഷണൽ ലോ ആണോ? തെറ്റല്ലേ. 52nd അമെൻമെൻറ്റ് 1985 നമ്മുടെ ആൻറ്റി ഡിഫിഷണൽ ലോ വരുന്നത്. 91st അല്ല എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ ഇവിടെ ഉത്തരം വരുന്നത് C 1, 2 and 3 ആണ്. 64. In which constitutional amendment reserves 1/3 of all seats for women in Lok Sabha, State Legislative Assembly of National Capital Territory of Delhi? റീസെൻറ്റ് അമെൻമെൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ? 106 അല്ലേ, വുമൺ റിസർവേഷൻ ബില്ല് അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം. സോ അത് വരുന്നത് എന്താ 106 അമെൻമെൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് September 19, 2023 അന്നാണ് നമ്മുടെ ന്യൂ പാർലമെൻറ്റ് ബിൽഡിങ്ങിലെ ഫസ്റ്റ് സെഷൻ നമ്മൾ എന്താ പറയുക ജോയിൻ ചെയ്തത്. അത് September 19 അന്ന് തന്നെയാണ് ഇത് എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ലോ മിനിസ്റ്ററാണ്, അർജുൻ റാം മേഘ്വാൾ ആണ്. അദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അർജുൻ റാം മേഘ്വാൾ നമ്മുടെ ലോ മിനിസ്റ്ററാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് ഇത് 20 ലോകസഭ പാസ്സാക്കി, 21 രാജ്യസഭ പാസ്സാക്കി, 28 പ്രസിഡന്റ് അസന്റ് കൊടുത്തു. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാൻ. ഓക്കെ, 64 106 അമെൻമെൻറ്റ് റീസെൻറ്റ് അമെൻമെൻ്റ് ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് അമെൻമെൻ്റ് ആണ്. സോ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിച്ചിരിക്കുക. ഈ ഡേറ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളതും ഓർത്തിരിക്കാം. എത്ര വർഷം കഴിയുമ്പോൾ ഇത് എക്സ്പയർ ആവും? ഫോർ ദ ഇയർ ഓഫ് 15 years ആണ് ഈ പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്യായിരിക്കും. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. 104 എന്താ? SC/ST റിസർവേഷൻ കൂട്ടി. ഓക്കെ, ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ ഇല്ലാതാക്കി എന്നുള്ളത് പറയുന്ന. 101 നമ്മുടെ GST ആണ്. 101 GST ആണ്. ഓക്കെ, സോറി, GST ആണ്. 103 എന്താ? EWS റിസർവേഷൻ 10% റിസർവേഷൻ കൊടുക്കുന്നതാണ്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് റീസെൻറ്റ് അമെൻമെൻറ്റ്സ്. അപ്പം ഇത്രേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒരു 60 എബോവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം തന്നെ പഠിക്കുക. ഇതെല്ലാം തന്നെ ഡിഗ്രി മെയിൻസ് ലെവലിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കൺട്രി ഫാക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ചോദ്യം വരാനുള്ള ചാൻസസ് ഉണ്ട്. 20 മാർക്കാണ്. അപ്പോൾ 20 മാർക്കിൽ മാക്സിമം സ്കോർ ചെയ്യുക. PYQ അനാലിസിസിലൂടെ നമുക്ക് കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് എന്തായാലും കിട്ടും. അതുകൊണ്ട് ഈ ഒരു സെഷൻ എന്തായാലും നിങ്ങൾ ഫുള്ള് കണ്ടിട്ട് നോട്ടൊക്കെ എഴുതി കൃത്യമായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് പോകുക. എന്തായാലും ക്വസ്റ്റ്യൻസ് വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലോണം പഠിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.